ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അൽഹംദുലില്ലാ. റഹ്മാനായ റബ്ബിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്തിലാണ് നമ്മൾ ഓരോരുത്തരുള്ളത്. അൽഹംദുലില്ലാ. അള്ളാഹു നമ്മളിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ദീനിൻ്റെ പേരിലുള്ള ഈ ഒരുമിച്ച് കൂടൽ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മളുടെ പരസ്പരമുള്ള ഈ സ്നേഹം അള്ളാഹു നാളെ അവൻ്റെ അർശിൻ്റെ തണൽ ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമ്മളെ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലിങ്ങനെ ആഗ്രഹം വെച്ച് നടക്കുന്നുണ്ടല്ലേ. റഹ്മാനായ റബ്ബേ, എല്ലാവരുടെയും എല്ലാ ഹലാലായ ആഗ്രഹങ്ങളെയും നീ സഫലീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. എല്ലാവരുടെയും പ്രയാസങ്ങളെ നീ ദൂരീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. ഏറ്റവും പുണ്യമാക്കപ്പെട്ട ഈ ദിവസങ്ങളിൽ നമുക്ക് കർമ്മങ്ങൾ ചെയ്യാൻ നീ ആയുസ് തന്ന അൽഹംദുലില്ലാ, ആരോഗ്യം തന്ന റഹ്മാനായ റബ്ബ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അള്ളാഹിനെ എത്ര സ്തുതിച്ചാലും മതിയാവൂല. അള്ളാഹു അക്ബർ. അള്ളാഹു എത്രയോ വലിയവനാണല്ലേ. അൽഹംദുലില്ലാ. ശരിക്കും പറഞ്ഞാൽ ഈ 2-3 ദിവസങ്ങളായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ശരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ നേരിൽ കാണുന്ന പോലത്തെ ഒരു വല്ലാത്ത ഓരോ അനുഭവങ്ങൾ വെച്ചാൽ ഈ ചാരിറ്റി മേഖലയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ശരിക്കും സുബ്ഹാനല്ലാഹ്, ഞാനിങ്ങനെ റബ്ബിനെ എന്താ പറയുക, വല്ലാത്തൊരു അനുഭൂതി. എനിക്കത് ആളെ പേരും കാര്യങ്ങളൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് എനിക്കതിവിടെ വിവരിക്കാൻ കഴിയൂല. പക്ഷേ ഭയങ്കരം സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് നമ്മളെ അങ്ങനെ ബോധ്യപ്പെടുത്തി തരാന്ന് ഓരോ സംഭവങ്ങൾ. ശരിക്കും അള്ളാഹു എത്ര വലിയവനാണ് റഹ്മാനായ റബ്ബ്. ഈ ദിവസങ്ങളിൽ ഇങ്ങനെ തക്ബീറുകൾ മുഴക്കുമ്പോൾ ശരിക്കും എന്നെക്കൊണ്ട് പടച്ചോനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇടപെടിപ്പിച്ചിട്ട് ചെയ്യിപ്പിക്കുമ്പോൾ ശരിക്കും അള്ളാഹിനിങ്ങനെ എന്താ പറയുക, പറയാൻ വാക്കുകളിൽ അത്രയും അള്ളാഹു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് നമ്മളങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടെങ്കിലും വല്ലാതെ മനസ്സിൽ ഓരോ ദിവസവും സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളിൽ റഹ്മാനായ റബ്ബിൻ്റെ അങ്ങേയറ്റം ശരിക്കും പടച്ചോനോട് അത്രയും അടുത്ത ചില ആളുകളെ നമ്മൾ ഇങ്ങനെ നേരിൽ തിരിച്ചറിയുന്ന ഒരു അനുഭൂതി ഉണ്ടാവില്ല. അങ്ങനത്തെ 1-2 അനുഭവങ്ങൾ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു അവരെ പ്രയാസങ്ങളെല്ലാം പൂർണ്ണമായി അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. പരീക്ഷണങ്ങളിൽ അള്ളാഹു ആശ്വാസവും സമാധാനവും നൽകട്ടെ. സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം ഈ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. അപ്പം നമ്മൾ ഇങ്ങനെ തക്ബീറുകൾ ഇങ്ങനെ മുഴക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും അല്ലേ. ഇന്നിപ്പം അറഫയിൽ ഹാജിമാരൊക്കെ സംഗമിച്ച് എല്ലാവരും ഇങ്ങനെ റബ്ബിലേക്ക് തിരിഞ്ഞിങ്ങനെ പ്രാർത്ഥനയിലും അല്ലെ ദിക്റുകളിലും ആയിക്കൊണ്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുന്ന ഒരു സന്ദർഭത്തിലാണ് ഇപ്പം നമ്മളതിങ്ങനെ നേരിൽ കണ്ടറിയുന്നുണ്ടല്ലോ. ഇന്നാണോ നാളെയാണോ അങ്ങനെ പറഞ്ഞല്ലോ. അങ്ങനെ ആ വിഷയത്തിലൊന്നും നമ്മൾ കുറേ ചർച്ചയോ തർക്കങ്ങളോ ഒന്നും വേണ്ട. 2 അഭിപ്രായങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ ഏത് സ്വീകരിച്ചാലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് പാടില്ല നാളെ പാടില്ല അങ്ങനെ ഒരു പാടില്ല എന്നുള്ളൊരു ഇത് വരേ വേണ്ട നമുക്ക്. പിന്നെ അള്ളാഹു അവന് ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു പ്രതിഫലം നൽകും അല്ലെ. ആ ഉദ്ദേശിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇന്നാണ് അറഫാന്റെ പ്രതിഫലമെങ്കിൽ അള്ളാഹു ഇന്നത്തെ കൂലിയിൽ നമ്മൾ ഉൾപ്പെടുത്തണേ. ഇനിയിപ്പം നാളെ ആണെങ്കിൽ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ നാളത്തെ അല്ലെ എന്താണ് നമുക്കറിയില്ല. എന്താ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ആഗ്രഹിക്കണം ആത്മാർത്ഥമായിട്ട് റബ്ബിൽ നിന്നുള്ള ആ ഒരു പ്രതിഫലം നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക. അള്ളാഹു നമുക്ക് എല്ലാവർക്കും എല്ലാ കർമ്മങ്ങളുടെയും പ്രതിഫലം അള്ളാഹു ഒട്ടും കുറയാത്ത രീതിയിൽ അനുഗ്രഹിക്കട്ടെ. ഏത് നമ്മൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നെങ്കിൽ അള്ളാഹു അതൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ. പിന്നെ നമുക്കറിയാം ഏതൊരു അമലും അതേറ്റവും ശ്രേഷ്ഠമാകുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ദിക്ർ വരുമ്പോഴാണ് അല്ലേ. ഒരു ഹജ്ജാകട്ടെ, നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, മറ്റേത് കർമ്മമാകട്ടെ അല്ലെ, ഏതൊരു കർമ്മവും ഏറ്റവും ശ്രേഷ്ഠമാകുന്നത് അതിലേറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ ദിക്ർ വരുമ്പോഴാണ്. അതായത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ അതിലേക്ക് വരുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളമായിട്ട് അള്ളാഹിനെ ഓർമ്മിക്കുക. നമുക്ക് നമ്മൾ
ജിഹാദായാലും സ്വലാത്തായാലും സുയാമാണെങ്കിലും ഹജ്ജാണെങ്കിലും സ്വതക്കയാണെങ്കിലും ഏതൊരു കർമ്മം നമ്മൾ ചെയ്യുന്നെങ്കിലും അവിടെ എല്ലാം അള്ളാഹുവിൻ്റെ ആ ഒരു വിക്റ് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ ഞാൻ വായിക്കാൻ വന്ന ഹദീസ് ഏതാന്ന് വെച്ചാൽ عن أبي الدرداء رضي الله عنه قال قال رسول الله صلى الله عليه وسلم ليبعثن الله أقواما يوم القيامة في وجوههم النور على منابر اللؤلؤ. മലയാളം പറഞ്ഞുകൊണ്ട് പോകാം. ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ജനങ്ങളെ യാത്രയാക്കുന്നതാണ്. ഫീ വുജൂഹിഹിമുൻ നൂർ, അവരുടെ മുഖങ്ങളിൽ പ്രകാശം ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കും. അല മനാബിരിൽ ലുഇ, അവരെങ്ങനെയാണെന്ന് വെച്ചാൽ രത്നങ്ങൾ കൊണ്ടുള്ള സിംഹാസനങ്ങളിലായിരിക്കും അവരുണ്ടാവുക. യഗ്ബിതുഹുമുന്നാസു ലൈസു ബി അംബിയാ വലാ ശുഹദാ, ജനങ്ങളൊക്കെ അവരെ കണ്ടിങ്ങനെ കൊതിച്ചുകൊണ്ടിരിക്കും. അവർ നബിമാരുമല്ല ശുഹദാക്കളുമല്ല. ലൈസു ബി അംബിയാ വലാ ശുഹദാ. ഖാല ഫജസ അഅറാബിയുൻ അലാ റുക്ബതിഹി ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഒരു ഗ്രാമവാസി മുട്ടികുത്തിയിരുന്നിട്ട് പിന്നെ ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ യാ റസൂലുള്ളാഹ് ഹല്ലിഹിം ലനാ നഅരിഫുഹും, അവരെ തിരിച്ചറിയാൻ ഞങ്ങൾക്ക് അവരെ വിവരിച്ചു തന്നാലും അവരുടെ സ്ഥിതി വർണ്ണിച്ചു തന്നാലും. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയെന്ന്, ഹുമുൽ മുതഹാബൂന ഫില്ലാഹി മിൻ ഖബാഇല ശത്താ വബിലാദിൻ ശത്താ യജ്തമിഊന അലാ ദിക്രില്ലാഹി യദ്കുറൂന. അവരെന്താണ്? അവർ അള്ളാഹുവിൻ്റെ പേരിൽ അന്യോന്യം സ്നേഹിച്ചുകൊണ്ട് പല ഗോത്രങ്ങളിൽ നിന്നും പല നാടുകളിൽ നിന്നും അള്ളാഹുവിൻ്റെ ദിക്റിലായി ഒരുമിച്ച് കൂടുന്നവരത്രേ അവർ. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് വായിച്ചപ്പോൾ ഉണ്ടായൊരു സന്തോഷം ഉണ്ടല്ലോ, എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയൂല അല്ലേ. ശരിക്കും ചിന്തിച്ചോക്ക്, ഞാനിത് വായിച്ചപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് മറിച്ചപ്പോൾ കിട്ടി, അങ്ങനെ വായിച്ചെന്നേ ഉള്ളൂ. അന്നേരം മക്കൾ എന്നോട് പറയുന്നത്, ഇത് ഉമ്മ കരുതി കൂട്ടിയിട്ട് എടുത്തു വെച്ച് വായിച്ചത്, ഉമ്മാക്ക് പിന്നെ ഉമ്മാൻ്റെ ഗൂഗിൾ മീറ്റിലെ ആൾക്കാർ ഇതെല്ലാം പറയാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട്. ശരിക്കും ഞാനങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടും കൂടിയില്ല. സുബ്ഹാനല്ലാഹ്. ശരിക്കും നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ല്ലേ, എന്താ പറയുക, അള്ളാഹിൻ്റെ പേരിൽ നമ്മൾ സ്നേഹിക്കുന്നില്ലേ, അള്ളാഹിൻ്റെ പേരിൽ ഇങ്ങനെ നമുക്ക് സ്നേഹിക്കാനും എന്നിട്ട് പരസ്പരം ഇങ്ങനെ ഒരുമിച്ച് കൂടാനും ആ ഒരു സൗഭാഗ്യം നമുക്ക് കിട്ടാന്ന് പറയും പോലെ, അതും പറയുന്നെന്താ, മിൻ ഖബാഇല ശത്ത വ ബിലാദിൻ ശത്ത അല്ലേ. അതായത് പല പല ഗോത്രങ്ങളിൽ നിന്ന് പല നാടുകളിൽ നിന്ന് അള്ളാഹുവിൻ്റെ ദിക്റിന് വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടാൻ നമുക്ക് എല്ലാ ദിവസവുമാണ് അള്ളാഹു അതിനുള്ള അവസരം തരുന്നത് അല്ലേ. അതിങ്ങനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണെങ്കിലും ശരിക്കും നമ്മളെ മനസ്സിൽ ആ ഒരു ആഗ്രഹം നിയത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ പ്രതിഫലം തീർച്ചയായും ലഭിക്കുക തന്നെ ചെയ്യും. നമ്മൾ അള്ളാഹിനെ കുറിച്ച് നല്ലത് വിചാരിക്കാനാണ് പറയുന്നത് അല്ലേ. ഈ ഇന്നത്തെ ദിവസത്തിലെ ഏറ്റവും മോശപ്പെട്ട ആൾ ആരാന്നാ പറയുന്നത്? ഈ ഒരു ദിവസം പറയുമ്പോൾ ഇന്നത്തെ ദിവസത്തിലൊരു മോശപ്പെട്ട ആളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. അവൻ്റെ ഇതെന്താ പറയുന്നേ? പറഞ്ഞേ, ആരെങ്കിലും ഒരാൾ പറഞ്ഞേ. ഇബ്ലീസ്. അങ്ങനെയല്ല, ഇബ്ലീസ് ഓൾറെഡി മോശം തന്നെയല്ലേ. എന്ത്? മാഷാഅല്ലാ മാഷാഅല്ലാ. അള്ളാഹു എനിക്ക് പുറത്ത് തരൂലാന്ന് അള്ളാഹിനെ കുറിച്ച് വിചാരിക്കുന്ന ഒരാളെന്ന് പറയുന്നു. എനിക്ക് പുറത്ത് തരൂലാന്ന് വിചാരിക്കുന്ന ഒരാളെ, അവനാണ് ഏറ്റവും മോശം എന്ന് പറയുന്നത്. അങ്ങനെ ആരും വിചാരിക്കാൻ പാടില്ല അല്ലേ. നമ്മൾ എത്ര തെറ്റ് ചെയ്താലും അള്ളാഹ് പുറത്ത് തരും, പുറത്ത് തരാതിരിക്കൂല. ഒരിക്കലും നമുക്ക് അങ്ങനെ പുറത്ത് തരാണ്ടിരിക്കൂല. അങ്ങനെ നമ്മൾ ഒരിക്കലും അല്ലേ അങ്ങനെ വിചാരിക്കാനേ പാടില്ല. ഇപ്പോൾ അറഫാൻ്റെ നോമ്പ്, പിന്നെ ചില ആളുകൾക്ക് പീരിയഡ്സ് ആയിട്ട് നോമ്പെടുക്കാൻ പറ്റാണ്ടുണ്ടാവും അല്ലേ. അപ്പോൾ ചിലർക്കൊക്കെ ഭയങ്കര സങ്കടമായിരിക്കും. അള്ളാഹുവേ അല്ലെ, കഴിഞ്ഞൊരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ പൊറുക്കുന്ന ഈ ശ്രേഷ്ഠമാക്കപ്പെട്ട ഈ ദിവസത്തെ നോമ്പെടുക്കാൻ അള്ളാഹ് എന്നെ അതിൽ നിന്ന് തടഞ്ഞല്ലോ, എനിക്കിങ്ങനെ ആയല്ലോ, എനിക്കിതെടുക്കാൻ കഴിയും, ഇങ്ങനെയെല്ലാം ബേജാറ് വിഷമിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എന്തിനാ നമ്മൾ അങ്ങനെ വിഷമിക്കുന്നത്? സത്യം പറയാലോ, ഇരട്ടി പ്രതിഫലമാണ്.
അല്ലേ? നമുക്കറിയില്ല അത് ഇരട്ടി പ്രതിഫലം അല്ലാഹു തആല വാഗ്ദാനം ചെയ്ത് അങ്ങനെയുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ അവസരത്തിൽ നമ്മൾ പിന്നെ എത്ര അതായത് നമ്മൾ എത്രത്തോളം കർമ്മങ്ങൾ ചെയ്യുന്നു അതേ പ്രതിഫലം തന്നെ നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് കിട്ടുമെന്ന് പറയും ഈ ദിവസം. കാരണം ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ നിയന്ത്രണത്തിൽ പെട്ടതല്ലല്ലോ, അല്ലേ? ഒരിക്കലും നമ്മളെ നിയന്ത്രണത്തിൽ പെട്ടതേയില്ല. അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ഈ ദിവസങ്ങൾ നമ്മൾ എന്താക്കുക, നമ്മൾ നല്ല ദിക്റിലും പിന്നെ തസ്ബീഹിലും തഹ്മീദിലും ഒക്കെ ആയിട്ട് കഴിഞ്ഞുകൂടാ. അല്ലാതെ അയ്യോ എനിക്ക് പിന്നെ ചെയ്യാൻ കഴിയുന്നില്ലല്ലോ, എന്നെ ഇത് തടഞ്ഞല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ മാറി നിൽക്കല്ല വേണ്ടേ, അല്ലേ? ഇതിനു മുമ്പുള്ള നമ്മുടെ ദിവസങ്ങൾ നമ്മൾ എപ്രകാരമായിരുന്നു, നമ്മുടെ നിസ്കാരവും ഖുർആൻ പാരായണവും നമ്മുടെ ദിക്റുകളും ദുആകളൊക്കെ എങ്ങനെയായിരുന്നു, അത്ര തന്നെ പ്രതിഫലം ഈ ഒരു ദിവസങ്ങളിൽ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ലഭിക്കും, അല്ലേ? അപ്പം ഒരിക്കലും നമ്മൾ എന്താക്കാൻ പാടില്ല, പറഞ്ഞു വന്നു വെച്ചാൽ അള്ളാഹുവിനെ തൊട്ട് നമ്മളൊരു മോശം വിചാരിക്കാൻ പാടില്ല. എപ്പോഴും നല്ല ശുഭപ്രതീക്ഷ, നല്ല ഹുസ്നുൽ ദന്ന്, എപ്പോഴും നല്ല ഇത് നമ്മൾ എപ്പോഴും കാത്തു സൂക്ഷിക്കണം. അള്ളാഹിനെ കുറിച്ച് നല്ലൊരു ചിന്ത അതെപ്പോഴും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നല്ലതേ നമ്മൾ വിചാരിക്കാൻ പാടുള്ളൂ. നമ്മളെ മനസ്സിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തയും ഇങ്ങനെയുള്ള അള്ളാഹുവും നമ്മളും തമ്മിലുള്ള കണക്ഷനിൽ ഉണ്ടാകാൻ പാടില്ല. അല്ല, അള്ളാഹിന്റെ കാരുണ്യം എന്ന് പറയുന്നത് അത് അത്രയും വിശാലമായതാണ്. നമ്മളതിൽ നിരാശപ്പെടാനേ പാടില്ല. ഇപ്പം ഇവിടെ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ അവിടെ പ്രത്യേകമായിട്ട് മുഖങ്ങൾ പ്രകാശം കൊണ്ട് തിളങ്ങും, അല്ലേ? ശരിക്കും പറഞ്ഞാൽ പിന്നെ അവർ അമ്പിയാക്കളും അല്ല ശുഹദാക്കളും അല്ല. അപ്പോൾ അമ്പിയാക്കളും ശുഹദാക്കളും ഒരു ദറജ വേറെ തന്നെയാണല്ലോ, അല്ലേ? ആ ഒരു ദറജയിലേക്ക് എത്താനുള്ള ഒരു ഇതാണെന്ത്, അള്ളാന്റെ പേരിൽ സ്നേഹിച്ചിട്ട് അള്ളാന്റെ ദിക്റിലായിട്ട് ഒരുമിച്ച് കൂടാന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ അല്ലേ, ശരിക്കും പിന്നെ അള്ളാഹിന്റെ അടുക്കൽ ഇങ്ങനെയുള്ളവർക്ക് പ്രത്യേകമായൊരു സ്ഥാനവും പദവിയും ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, അല്ലേ? മറ്റൊരു ഹദീസിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, എന്താണ്, വജബത്ത് മഹബ്ബത്തി എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അതായത് എൻ്റെ സ്നേഹം അവരുടെ മേൽ നിർബന്ധമായി, എൻ്റെ സ്നേഹം അവരുടെ മേൽ നിർബന്ധമായി. ആരാന്നാര്? അവര് അള്ളാഹുവിൻ്റെ പേരിൽ പരസ്പരം സ്നേഹിക്കുന്നവരാണ്. അവർ അള്ളാഹുവിൻ്റെ പേരിൽ പരസ്പരം ഒരുമിച്ച് കൂടുന്നവരാണ്. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മളത് മനസ്സിലാക്കണം, അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നമ്മളെ ഹൃദയങ്ങളിൽ അള്ളാഹു അവൻ്റെ ഹുബ്ബ് നിറച്ചു തരട്ടെ, അല്ലേ? മവദ്ദത്ത് അള്ളാഹു നിറച്ചു തരട്ടെ. ആർക്കും ആരോടും ഒരു വിദ്വേഷമോ വെറുപ്പോ ഒരു അസൂയയോ പകയോ ഒന്നുമില്ലാത്ത വളരെ സ്നേഹത്തോടെ, അല്ലേ, എല്ലാവരോടും സ്നേഹത്തോടെ സമീപിക്കാൻ കഴിയുന്ന ആ ഒരു നല്ലതായ അവസ്ഥയിലേക്ക് അള്ളാഹു നമ്മളെല്ലാവരുടെയും ഹൃദയങ്ങളെ അള്ളാഹു ഒരുമിപ്പിക്കട്ടെ. ആമീൻ. ഈ ഒരു സ്നേഹം നമ്മളെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് ചേർക്കട്ടെ. ആമീൻ. നമ്മളെപ്പോഴും, അല്ലേ, പ്രാർത്ഥിക്കണം, ധാരാളമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? സ്വർഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം നമ്മൾക്ക് വേറെ ഒന്നും വേണ്ട, അല്ലേ? നരകമോചനം, സ്വർഗപ്രവേശനം. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടില്ലേ? പിന്നെ അവിടെ നിന്ന് എന്തില്ല, ഒരു പുറത്താക്കലില്ല, അല്ലേ? സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നത്, അദ്ദേഹം ചോദിച്ചു, ഞാൻ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദിക്റിന്റെ മജ്ലിസുകളുടെ പ്രതിഫലം എന്താണ്? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ദിക്റിന്റെ മജ്ലിസുകളുടെ പ്രതിഫലം സ്വർഗമാണ്. ഗനീമത്തു മജാലിസി ദിക്ർ അൽ ജന്ന. അഹ്മദ് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണ്. ദിക്റിന്റെ മജ്ലിസിൽ ഇരിക്കാന്ന് പറയുന്നതിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് സ്വർഗമാണ്. സുബ്ഹാനല്ലാഹ്.
അതുപോലെ തിർമിദി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ പറയുന്നത് എന്താ അറിയോ, പിന്നെ ഈ നിങ്ങൾ സ്വർഗത്തോട്ടങ്ങളിൽ കൂടി പിന്നെ കടന്നു പോകുമ്പോൾ നല്ലപോലെ മേയുക. അപ്പോൾ ഒരാൾ ചോദിക്കുന്ന അള്ളാഹിന്റെ റസൂല് സ്വർഗത്തോട്ടങ്ങൾ ഏതാ? അപ്പൊ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ ദിക്റിന്റെ ഇത്തരം മജിൽസുകളാണ്. സുബ്ഹാനല്ലാഹ്. സ്വർഗീയ തോപ്പിൽ നമുക്കിങ്ങനെ ഉല്ലസിക്കാൻ അള്ളാഹു ദുനിയാവിൽ നിന്ന് തന്നെ അവസരം തന്നിരിക്കുകയാണ് അല്ലേ. അപ്പൊ നമ്മളതിനെ എത്രത്തോളം പിന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തണം അല്ലേ. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മറ്റൊരു ഹദീസില് പിന്നെ മുആവിയ റളിയല്ലാഹു അൻഹു വിവരിക്കാൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സഹാബികളുടെ ഹൽക്കയിലേക്ക് വരികയുണ്ടായി. സഹാബികൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുന്നുണ്ട്, എന്ത് കാര്യമാണ് ഇവിടെ ഇരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത്? അപ്പോൾ അവർ പറയാണ്, ഞങ്ങൾ അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ടും ഇസ്ലാമിലേക്ക് വഴി കാണിക്കുക മുഖേന ഞങ്ങളെ അനുഗ്രഹിച്ചതിന്റെ പേരിൽ അവനെ സ്തുതിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അള്ളാഹുവിൽ സത്യം, ഇതിനു വേണ്ടി മാത്രമാണോ നിങ്ങൾ ഇരിക്കുന്നത്? സഹാബികൾ പറഞ്ഞു, അള്ളാഹുവിൽ സത്യം, ഇതിനു വേണ്ടി മാത്രമാണ് ഇരിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെപ്പറ്റി എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ മൂലമല്ല ഞാൻ നിങ്ങളോട് സത്യം ചെയ്ത് ചോദിക്കുന്നത്. എന്നാൽ ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുക്കൽ ഇപ്പോൾ വരികയും അള്ളാഹു മലക്കുകളോട് നിങ്ങൾ കാരണമായി അഭിമാനം കൊള്ളുന്നു എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ചോദിച്ച ആ ചോദ്യ ഉത്തരവും അള്ളാഹു മലക്കുകളോട് പറയൂലേ. നമ്മളൊരു ചെറിയ സംഘത്തിൽ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ദിക്ർ ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് സ്തുതി പറയുമ്പോൾ അല്ലെ. ശരിക്കും ഞാൻ ഇന്ന് ഇങ്ങനെ വിചാരിച്ചിന്ന് അറഫാ ദിനത്തിലെ പിന്നെ അവിടെ ഹാജിമാർ ഇങ്ങനെ സംഗമിക്കുന്ന ദിവസം നമ്മൾ ഇന്ന് ഗൂഗിൾ മീറ്റ് ക്ലാസ് വെക്കണോ, അല്ല അവിടുത്തെ ആ ഒരു പിന്നെ സംഗമവേദി ഈ ലൈവായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ, അത് കണ്ട് ഇരുന്ന് ദുആ ചെയ്താൽ മതി, ഇങ്ങനെ കുറേ എന്തൊക്കെയോ ചിന്തകൾ. പിന്നെയും ഞാൻ വിചാരിച്ച് ഇങ്ങനൊരു ദിവസം ഇത് ഇല്ലേ, നമുക്കറിയില്ല എത്രത്തോളം പിന്നെ പ്രതിഫലം ഉണ്ടാവും നമുക്കറിയില്ല. പക്ഷെ ഒരു എന്തായാലും പുണ്യങ്ങളുടെ അത്രയും ശ്രേഷ്ഠമാക്കപ്പെട്ട ദിവസങ്ങളാണല്ലോ ഈ ദിവസങ്ങൾ, ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. അപ്പോൾ 8 9 എങ്ങനെയാണെങ്കിലും പിന്നെ ഈ ദിവസങ്ങൾക്ക് ഭയങ്കര ശ്രേഷ്ഠത ഉണ്ട്. അപ്പം നമ്മൾ ഒരുമിച്ച് കൂടിയിട്ട് അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ പറയാ, കുറേ ദുആ ചെയ്യുക, അള്ളാഹിനെ കുറേ സ്തുതിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. പ്രത്യേകിച്ച് ഒരു ടോപ്പിക് ഒന്നും എടുക്കണ്ടെന്ന് വിചാരിച്ച് എന്ത് പറയണോ എന്തെങ്കിലും ഒരു വിഷയം എടുക്കണോ ഇങ്ങനെ കുറേ ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ചിന്തയാണ്, നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഇങ്ങനെ കുറേ പറയാ, എന്നിട്ട് നമ്മളെ ആവശ്യങ്ങൾ അള്ളാഹിനോട് കുറേ ചോദിക്കാം. ശരിക്കും സുബ്ഹാനല്ലാഹ്, എന്താ പറയാ, ഈ ഹദീസൊന്നും ഞാൻ വായിക്കണമെന്ന് വിചാരിച്ചതൊന്നുമല്ല, ഇങ്ങനെ മുമ്പിലേക്ക് ഇങ്ങനെ വന്ന പോലെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലേ. ശരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ നമുക്ക് വേറെ തന്നെ ഒരു കുളിരാന്നല്ലേ, വേറെ തന്നെ ഒരു അനുഭൂതിയാന്നല്ലേ. അൽഹംദുലില്ലാഹ്. മലക്കുകൾ ഇങ്ങനെ നമ്മളെ കുറിച്ച് അള്ളാഹിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ അത്ര വലിയ ആദരവാന്നല്ലേ. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മളെ മനസ്സിന് നമ്മളെല്ലാവരുടെ ഹൃദയത്തിൽ അള്ളാഹു നല്ല ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ, നല്ല തഖ്വ നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ നമുക്ക് ഇബാദത്തുകൾ നന്നാക്കി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ തുടർന്നുള്ള ദിവസങ്ങളിൽ അള്ളാഹുവെ അല്ലെ ഇതുപോലുള്ള നല്ലതായ അവസ്ഥകൾ അള്ളാഹുവെ നീ ഞങ്ങൾക്ക് നിലനിർത്തി തരണേ റഹ്മാനെ. കാരണം നമ്മൾ ദുർബലരാണ്, നമ്മുടെ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മളും മാറും അല്ലേ. നമ്മൾ ഇപ്പം പറഞ്ഞിട്ടില്ലേ, ഹൻദല റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നാഫഖ ഹൻദല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചല്ലേ എന്താ പറ്റിയത്? അപ്പം ഇങ്ങനെ പറഞ്ഞില്ലേ, ഇൽമിൻ്റെ സദസ്സുകളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടി ഇരിക്കുമ്പോൾ നല്ലൊരു അവസ്ഥ, പക്ഷെ അവിടെ നിന്ന് ഇങ്ങനെ വിട്ടു പോകുമ്പോൾ ആ ഒരു ഇതിൽ നിന്ന് നമുക്ക് മാറിപ്പോകുന്നു അല്ലേ. അന്നേരം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്, അതങ്ങനെ എല്ലാ സമയത്തും നമുക്ക് ഒരേ അവസ്ഥ കിട്ടൂല. അങ്ങനെ നമ്മളായിട്ടുണ്ടെങ്കിൽ മലക്കുകൾ നമ്മളടുത്ത് വന്നിട്ട് സലാം പറയും എന്നാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ് അല്ലേ. അങ്ങനെ എല്ലാ സമയത്തും നമുക്ക് അങ്ങനെ ആവാനൊന്നും കഴിയൂല എന്ന് തന്നെ പറയും. പക്ഷെ എന്നാലും നമുക്ക് പ്രാർത്ഥിക്കാം, പഠിച്ചോനെ എല്ലാ സമയത്തും അല്ലാഹുവേ നിന്റെ ദിക്ർ കൈവിടാതെ നല്ലൊരു ഈമാൻ, നല്ലൊരു തഖ്വ, നല്ലൊരു ഇഹ്സാനോടെ അമൽ സാലിഹാത്തുകൾ ചെയ്യാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് എപ്പോഴും നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. എപ്പോഴും അള്ളാഹിനെ ഓർമ്മിക്കാൻ അല്ലേ. അള്ളാഹ് ഇങ്ങനെ എത്രത്തോളം നമുക്ക് പറ്റുമോ അത്രത്തോളം
അത്രത്തോളം സാധിക്കുന്നത്ര ദിക്റുകൾ എത്ര നമുക്ക് അധികരിപ്പിക്കാൻ കഴിയുമോ അത്രയും അല്ലേ. ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലയാണ്. അത് വരുന്ന ദിക്റുകൾ എത്ര ഉണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാ. ഈ ദിവസങ്ങളിൽ അതാണ് അധികരിപ്പിക്കേണ്ടത് അല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാ വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹീ വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതുപോലെ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അവിടെ ഇതൊക്കെ ശ്രേഷ്ഠമായ ദിക്റുകൾ തന്നെ അല്ലേ. സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അലീം. ഏതാണ് ശ്രേഷ്ഠതക്ക് കുറവ്? ഇതിൽ ഏതാ കുറവുള്ളത്? ഒന്നും കുറവല്ല അല്ലേ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. എത്ര 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 ഇതെല്ലാം കോർത്തിണക്കി ഒരു എന്താ പറയാ, ഒരു മാല പോലെ കോർത്തിട്ട് ഇതൊക്കെ അങ്ങനെ ചൊല്ലിക്കും. ഓരോന്നും ഓരോന്നും കണക്ഷനാക്കി എത്ര നമുക്ക് പറ്റും അത്ര. അതിനിടയിൽ തക്ബീറുകൾ ഇങ്ങനെ കൊടുക്കുക പറ്റുന്നത്ര അല്ലേ. പിന്നെ നമുക്കൊരു വിഷമം ഉണ്ടാകാൻ പാടില്ല. ഇന്ന് രാവിലെ നമ്മളെ തൻസീൻ്റെ ക്ലാസ് ഓഡിയോ ഉണ്ടായിട്ടില്ലേ ഗ്രൂപ്പിൽ, എല്ലാവരും കേൾക്കണം എന്ന് പറഞ്ഞിട്ട് ഫെബീൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ് ഇല്ലേ. അതിലൊരു ഉദാഹരണം പറഞ്ഞില്ലേ, എത്ര മിനിറ്റാണ് കൊടുത്തത്? 60 എത്രയോ സെക്കൻഡുകളല്ലേ കൊടുത്തത് അവർ കയറിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. 150 സെക്കൻഡ് അതിൻ്റെ ഉള്ളിൽ എടുക്കാനത് 3 ആൾക്കാരെ എക്സാമ്പിൾ ശരിക്കും ഭയങ്കര ഇല്ലേ ഒരു ഉദാഹരണം തന്നെ. ശരിക്കും അത് നമ്മൾ ശരിക്കും നേരത്തെ പ്ലാൻഡ് ആകണം ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പെട്ടെന്ന് ഇങ്ങനെ അവസരങ്ങൾ കിട്ടുമ്പോ നമ്മൾ അതും ഇതും അല്ലേ. ആരെങ്കിലും ഉണ്ടെങ്കിലോ അസിയൊന്ന് പറഞ്ഞു, നമ്മളതും കേട്ടിന്. കേട്ടിട്ടുണ്ടോ? ഞാൻ എല്ലാ ഗ്രൂപ്പിലും ഇട്ടിന്, ഫെബീന എല്ലായിടത്തും ഇട്ടിന്, ഞാൻ പിന്നെയും ഇട്ടിന്. മാഷാ അല്ലാഹ്. നമ്മളെ മിസ്കാത്ത് ഗ്രൂപ്പിലൊക്കെ ഇട്ടിരുന്നല്ലോ. നമ്മള് നോക്കി വെക്കണ്ടല്ലേ ഏതെല്ലാം ടീച്ചർ പറയുന്ന മാതിരി കൂലി അധികം പിന്നെ നമുക്ക് അത്യാവശ്യമുള്ളതും. സുബ്ഹാനല്ലാഹ്. ശരിക്കും നരകമോചനം ഭയങ്കരമായിട്ട് നമ്മൾ ചോദിക്കുകയും ചെയ്യണം സ്വർഗത്തിന് വേണ്ടിയിട്ടും. ഈ ഹജ്ജിനെല്ലാം പോകുന്ന ആൾക്കാരോട് ദുആ വസിയത്ത് പറയോ, കുറേ കാര്യങ്ങളുണ്ടാവും ഒരാൾ പറഞ്ഞേൽപ്പിക്കുന്ന. അത് കൂടുതൽ ദുനിയാവിന്റെ കാര്യങ്ങളായിരിക്കും. ശരിക്കും നമ്മളെ ഹിദായത്ത് നിലനിർത്തി കിട്ടാൻ, നമ്മൾ സ്വർഗം കിട്ടാൻ, സ്വർഗത്തിൽ ഒരുമിച്ചാൻ, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ് ഏൽപ്പിക്കേണ്ടത്. ഓരോരോ ആവശ്യങ്ങൾ ഉണ്ടാവില്ലേ. നമ്മളിങ്ങനെ പ്രത്യേകം പറയുമ്പോൾ ഇല്ലേ, ശരിക്കും അബ്ദുസലാം മോങ്ങത്തിന്റെ ക്ലാസ് ആണെങ്കിലോ ശരിക്കും അല്ലേ സുബ്ഹാനല്ലാഹ് അതും കേൾക്കണം. അതെല്ലാ ദിവസവും കേൾക്കണം. ഇന്നലെ മിനായിലുള്ള ക്ലാസ് ഭാനു അയച്ചതിന്റെ ഗ്രൂപ്പിലൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിനി, കുറച്ച് വോയിസ് ആയിട്ട് അല്ലേ. ശരിക്കും നല്ല ക്ലാസ് എന്ന് വെച്ചാല് ശരിക്കും നമ്മൾ ആ മിനായിലെ ടെന്റിൽ ഇങ്ങനെ ഇരിക്കുന്നോ തന്നെ തോന്നിപ്പോകുന്നു. അവിടെ ഇങ്ങനെ പറയുമ്പോൾ അവിടുത്തെ ഓരോ കാര്യങ്ങളാണല്ലോ പറയുന്നത്. ശരിക്കും സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് പിന്നെ ഇതിലെല്ലാം പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ചെയ്യുമ്പോ പടച്ചോനെ അള്ളാഹുവേ നീ സ്വീകരിക്കണേ അള്ളാഹ് അല്ലേ. അത് കഴിയാത്ത ആളുകൾക്കൊക്കെ അങ്ങോട്ട് പോകാനും വരും വർഷങ്ങളിൽ തന്നെ അല്ലേ അത് ആഗ്രഹങ്ങൾ അള്ളാഹു എല്ലാവർക്കും പൂർത്തിയാക്കി തരട്ടെ. നമ്മൾ കൊതിക്കണം. ആ കൊതിനെ കുറിച്ചെല്ലാം പറയുന്ന ക്ലാസ്, ഫസ്റ്റ് മുതലുള്ള ക്ലാസ് കേൾക്കാത്തവരെല്ലാം ഒന്നും കൂടി കേട്ടോ. ക്ലാസ്സും കേൾക്കുക, ആ സമയത്ത് നമുക്ക് ദിക്റും ചെയ്യാം, അള്ളാഹിനെ കുറിച്ചുള്ള ഒരു ഓർമ്മയും ഉണ്ടാവും, കുറേ കാര്യങ്ങൾ ദുആ ചെയ്യാം ഇല്ലേ. ഓരോ ക്ലാസ് കേൾക്കുമ്പോൾ എത്ര ദുആ ചെയ്യാന്നറിയോ, എത്ര പ്രാർത്ഥിക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ വിലപ്പെട്ട നമ്മളെ സമയങ്ങളെ നമ്മൾ ഏറ്റവും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക. ദിക്റുകളാകട്ടെ, ദാനധർമ്മങ്ങളാകട്ടെ, നിസ്കാരമായിക്കോട്ടെ, ഖുർആൻ പാരായണമായിക്കോട്ടെ. ഇനി പിന്നെ ആർത്തവമായിട്ട് അതിന് പറ്റാത്തവർ നിരാശപ്പെടാൻ പാടില്ല, ഒരിക്കലും സങ്കടപ്പെടാൻ പാടില്ല. അള്ളാഹുവിൽ നമ്മൾ ശുഭപ്രതീക്ഷ വെച്ചിട്ട് പ്രാർത്ഥിക്കുക അല്ലെ. തീർച്ചയായും അള്ളാഹു സ്വീകരിക്കും, എന്തായാലും അള്ളാഹു സ്വീകരിക്കും. നമ്മളൊരു നന്ദികേടിന്റെ ഒരു ചിന്ത പോലും നമ്മളിൽ വരാൻ പാടില്ല. ഞാൻ എത്ര കാലമായി കഷ്ടപ്പെടുന്നത് അല്ലെ, ഞാൻ എപ്പോഴും എനിക്ക് ഇങ്ങനെ ഒരു പ്രയാസം തന്നെ, എനിക്കൊരു നല്ല അവസ്ഥയില്ലാലോ, അങ്ങനെയൊന്നും ഒരാളും വിചാരിക്കരുത്. കാരണം നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എത്രയാന്ന് അള്ളാഹ്ക്ക് ശുക്ർ ചെയ്താൽ മതിയാകോ. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ പക്ഷെ മനുഷ്യന്മാർ പലപ്പോഴും മറന്നു പോകുന്നു അല്ലേ. പിന്നെയും പരാതിയും പരിഭവങ്ങളും തന്നെ. അങ്ങനെ ആകരുത്. നമ്മളൊരിക്കലും അങ്ങനെ ആവരുത്. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹു ശുക്ർ ചെയ്തിട്ട് നല്ല അടിമകളായിട്ട് നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ അല്ലെ. അള്ളാഹിന്റെ പേരിൽ പരസ്പരം സ്നേഹിക്കാൻ, അള്ളാഹിന്റെ പേരിൽ പരസ്പരം ഒരുമിച്ച് കൂടാൻ,
അള്ളാഹു നാളെ അത് നമ്മളെ ഈ ഒരു സ്നേഹവും ഈ ഒരു സൗഹാർദ്ദവും നാളെ നമ്മളെ സ്വർഗത്തിലേക്ക് അള്ളാഹു നമ്മൾ ഒരുമിപ്പിക്കട്ടെ. ആമീൻ. ജന്നാത്തുൽ ഫിർദൗസ് തന്നെ ചോദിക്കുക അല്ലെ, ഏറ്റവും ഉന്നതമായ സ്വർഗം, അള്ളാഹുവിന്റെ അർഷിന്റെ അടുത്ത്, മലായിക്കത്തുകൾ, അമ്പിയാക്കളുടെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ അല്ലെ നമുക്ക് കാണണ്ടേ, നമ്മൾ ആഗ്രഹിക്കണ്ടേ. ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ആവും ചെയ്യണം അല്ലെ. ഹസ്ബി അള്ളാഹ് എന്നുള്ള ആ ഒരു ഇത് എപ്പോഴും ഉണ്ടാകണം. ഹസ്ബി അള്ളാഹ്, ഹസ്ബി അള്ളാഹ്, എനിക്ക് റബ്ബ് മതി. റബ്ബിന് വേണ്ടിയിട്ട് ആവണം ബാക്കിയെല്ലാം. റബ്ബ് മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള നമ്മളെ ചുറ്റിലുള്ള ആൾക്കാരെ നമുക്ക് അവഗണിക്കാൻ പാടുള്ളൂ. അപ്പൊ അത് റബ്ബ് മതി എന്നുള്ളത് ആവില്ല അല്ലെ. എല്ലാം വേണം, എല്ലാം വേണം. എല്ലാത്തിനും നമ്മൾ സമയം കണ്ടെത്തണം. ഇൽമ് പഠിക്കാനും നമ്മൾ സമയം കണ്ടെത്തണം. വീട്ടിലെ ജോലികൾ ചെയ്യാനും നമ്മൾ സമയം കണ്ടെത്തണം. കുടുംബത്തിന് സേവിക്കാനും നമ്മൾ സമയം കണ്ടെത്തണം. കുടുംബക്കാരോട് ചെലവിക്കാനും നമ്മൾ സമയം കണ്ടെത്തണം. എല്ലാത്തിനും നമ്മൾ സമയം കണ്ടെത്തണം. അള്ളാഹു ബർക്കത്ത് ചെയ്ത് തരും. ശരിക്കും നിങ്ങളെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ കൊണ്ടുവന്നാലില്ലേ നമുക്ക് ഭയങ്കര ബർക്കത്തായിരിക്കും ഈ പറഞ്ഞ ദിക്റുകൾ. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ള ദിക്റുണ്ടല്ലോ, അതിങ്ങനെ നമ്മൾ പതിവാക്കി നോക്ക്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിങ്ങനെ ചെയ്തു നോക്ക്. ഭയങ്കര ഈസി. നമ്മളെ സമയം ഇങ്ങനെ നമുക്ക് അധികം തന്ന പോലെ തോന്നും, കുറച്ച് കൂടുതൽ കിട്ടിയ പോലെ തോന്നും. സുബ്ഹാനല്ലാഹ്, അള്ളാഹിന്റെ ഒരു ഖുദ്റത്ത് തന്നെയാണ്, ശരിക്കും ഖുദ്റത്ത് തന്നെയാണ്. പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞേ എനിക്കിങ്ങനെ റബ്ബിനെ കണ്ട പോലത്തെ ഒരു ഭയങ്കരമായിട്ട് എനിക്കൊരു പിന്നെ ഹാർട്ട് ടച്ചിങ് ആയ ഒരു കാര്യം ഇന്നലെ ഉണ്ടായ ഒരു അനുഭവം വെച്ചാൽ, ഒരാള് ഒരു പൈസ കടം ചോദിച്ച് കടമായി ചോദിച്ചു. അപ്പം ഞാൻ വിചാരിക്കുന്ന അവർക്ക് അത് കടമല്ലാതെ തന്നെ കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹം എൻ്റെ മനസ്സിൽ. പക്ഷേ വേറെ ഒന്ന് രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് നമ്മളെ ഗ്രൂപ്പിൽ തന്നെ ഒന്ന് രണ്ട് ആവശ്യങ്ങൾ വന്നിട്ട് അവർക്ക് കൊടുക്കാൻ വെച്ച പൈസയാണ്. അപ്പോൾ പക്ഷെ എനിക്ക് ആഗ്രഹം ഇവർക്ക് തന്നെ കൊടുക്കണം എന്ന്. എന്നിട്ട് കടമായിട്ട് ചോദിക്കുമ്പോൾ കടമായിട്ട് കൊടുത്ത്. പക്ഷെ ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു, പഠിച്ചോനെ അവർക്കത് വിട്ടുകൊടുക്കണം എനിക്ക്, പിന്നെ അവർ അത്രയും ആവശ്യക്കാരാണ് എന്നുള്ളത്. രാവിലെ അത് കൊടുത്തിട്ട് അക്കൗണ്ട് ബാലൻസ് നോക്കുമ്പോൾ ഇങ്ങനെ ആ ഒരു വലിയ എമൗണ്ട് അതങ്ങനെ കുറഞ്ഞില്ലേ. പക്ഷെ ശരിക്കും സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, എനിക്ക് എന്താ പറയണ്ടേ, വൈകുന്നേരം ഞാൻ മഗ്‌രിബിന്റെ സമയം ആ രാവിലെ കൊടുത്തിട്ട് പിന്നെ ഞാൻ അക്കൗണ്ട് ബാലൻസ് ചെക്ക് ചെയ്യുന്നേ ഇല്ല. അതിനിടയിൽ വേറെയും ഓരോരോ ആവശ്യങ്ങൾ ഓരോരാൾ പറഞ്ഞപ്പോൾ പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ വിഷമമായിട്ട് പ്രയാസമായിട്ട് പിന്നെ പൈസ ഇല്ലാണ്ട് വിഷമിക്കുന്ന ഒരാൾക്ക് പൈസ അയച്ചു കൊടുത്ത്. ഒരു മിനിറ്റ്. പിന്നെ വേറൊരാൾ പിന്നെ ഓരോരോ ആവശ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഓരോ പൈസ ഞാനിങ്ങനെ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നേ. എന്നിട്ട് പിന്നെ കൂടുതൽ എമൗണ്ട് എൻ്റെ കയ്യിൽ തന്നെ പിന്നെ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ സുമിക്ക് മെസ്സേജ് അയച്ച് സുമിൻ്റെ അടുത്തുനിന്ന് വേറെ ആൾക്കാർ സുമിൻ്റെ അടുത്തുനിന്ന് അയപ്പിച്ച്. അങ്ങനെ ഞാൻ ബാലൻസ് പക്ഷെ ചെക്ക് ചെയ്യുന്നേ ഉണ്ടായിട്ടില്ല. പക്ഷെ വൈകുന്നേരം മഗ്‌രിബോടടുത്ത സമയത്ത് ഞാൻ വെറുതെ ഒന്നിങ്ങനെ പിന്നെ വെറുതെ ഞാൻ നോക്കുമ്പോൾ ഇല്ലേ ശരിക്കും ഞാൻ വല്ലാണ്ട് ഞാൻ ഞെട്ടിപ്പോയി. സുബ്ഹാനല്ലാഹ്, ഞാൻ രാവിലെ അവർക്ക് അയച്ചു കൊടുത്ത ആ പൈസ അത്രയും എൻ്റെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ആയിന്. സുബ്ഹാനല്ലാഹ്, എന്താ ഞാൻ പറയണ്ടേ, ഞാൻ അപ്പം തന്നെ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്ത്. കാരണം അള്ളാഹിൻ്റെ ഖുദ്റത്ത് നിറച്ച അത്രയും വലുതാണ്. ഇത് എത്ര എങ്ങനെ വന്നെന്ന് എനിക്ക് ഭയങ്കര ആശ്ചര്യം തോന്നിപ്പോയി. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഞാൻ അത് ഹക്കന്നെ അവർ അത് അർഹതപ്പെട്ട ആളെന്ന് എന്താ പറയുക 100% ഒരു ബോധ്യപ്പെട്ട പോലത്തെ ഒരു കാര്യമായിപ്പോയി ശരിക്കും. ഇന്നലെ വെള്ളിയാഴ്ചയും വൈകുന്നേരം ആ അസറിന് ശേഷമുള്ള സമയവും ഇങ്ങനെ ദുആയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു ഇന്നലെ. ശരിക്കും ഇങ്ങനെ പടച്ചോനിങ്ങനെ എന്താ പറയുക അള്ളാഹ് നമ്മളെ മുമ്പിൽ വന്ന് നിൽക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആയിപ്പോയി. അള്ളാഹു എല്ലാവരും വിഷമങ്ങൾ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. ശരിക്കും റബ്ബിലേക്ക് ഞാൻ എൻ്റെ മഹിമയല്ല ഇവിടെ പറയുന്നത്, ശരിക്കും ആ വ്യക്തിൻ്റെ മഹിമ ഞാൻ പറയുന്നു. ആ ആൾ അത്രയും സത്യസന്ധമാണ് അവരുടെ മനസ്സ് എന്നുള്ളതിൻ്റെ ഒരിത് എനിക്കിങ്ങനെ ബോധ്യപ്പെട്ട പോലെ. അങ്ങനെ കുറേ ആൾക്കാരുണ്ട് പഠിച്ചോണ്ടിലേക്ക് ഇങ്ങനെ അടുത്തുനിന്ന് ഭയങ്കര പരീക്ഷണമായിരിക്കും അല്ലേ. പക്ഷെ ആ പരീക്ഷണത്തിൽ എന്താവുന്നില്ല, ഒരിക്കലും റബ്ബിൽ ഒരു പരാതിയോ ഒരു പരിഭവമോ ബോധിപ്പിക്കുന്നില്ല, ഒരു വിഷമം ഒരാളോട് ചോദിക്കുന്നില്ല. അതാ സുബ്ഹാനല്ലാഹ്. അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്.
ശരിക്കും നമ്മൾ അള്ളാഹുലേക്ക് ഒരു ചാണം എടുക്കുമ്പോൾ അള്ളാഹു നമ്മളിലേക്ക് ഒരു മുഴ എടുക്കും. അങ്ങനെ പറയുന്നില്ല. ഓരോ കാര്യങ്ങളും നമ്മൾ റബ്ബിലേക്ക് ഒരുപാട് അടുക്കാനുണ്ട്. കുറേ കർമ്മങ്ങൾ നന്നാക്കിക്കൊണ്ട് നമ്മൾ റബ്ബിലേക്ക് കൂടുതൽ അടുക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദിക്റുകൾ പറയുമ്പോൾ കുറേ വരുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ഇപ്പം വായിച്ച ഹദീസ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ജിബ്രീൽ അലൈഹിസ്സലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് അല്ലേ, ഇങ്ങനെ ദിക്റിന്റെ അതായത് അവർ ഒരുമിച്ച് കൂടിയത് എന്തിനാ, നിങ്ങളെ ഇവിടെ ഇരിക്കാൻ പ്രേരിപ്പിച്ചത് എന്താ എന്ന് ചോദിച്ചപ്പം പറഞ്ഞത് എന്താ, അള്ളാഹിനെ ദിക്റ് ചെയ്തുകൊണ്ട് ഇസ്ലാമിലേക്ക് വഴി കാണിക്കുക മുഖേന അള്ളാഹു നമ്മളെ അനുഗ്രഹിച്ചതിന്റെ പേരിൽ അവനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ആ വാക്ക് ഭയങ്കര അല്ലേ, എനിക്ക് ഭയങ്കര മനസ്സിൽ ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി. കാരണം നമ്മൾ ഓരോ ദിവസവും സംഘടിപ്പിക്കുന്ന ഈ ഗൂഗിൾ മീറ്റ് എന്തിനാന്ന് ചോദിച്ചാൽ ശരിക്കും എന്തിനാ, വേറൊരു ലക്ഷ്യമില്ല, അള്ളാഹിനെ ദിക്റ് ചെയ്യാൻ തന്നെ അല്ലേ, അള്ളാഹിനെ ഓർമ്മിച്ചിട്ട് ഇസ്ലാമിലേക്ക് വഴി കാണിക്കുക മുഖേന. ശരിക്കും ഒരു ഹൈറായ ഒരു കാര്യം ആളുകൾക്ക് അറിയിച്ചു കൊടുക്കുമ്പോൾ ഒരു നന്മയിലേക്ക് നമ്മൾ ക്ഷണിക്കുന്നു അല്ലേ, ഒരു ദഅവത്തിന്റെ മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കുന്നു. ഞാൻ പറയുന്നത് ഇപ്പൊ ഇവിടെ 225 അതേഴ്സ് കൂടിയിട്ട് 230 മേലെ ആൾക്കാരുണ്ട്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അത്രയും ആൾക്കാർ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ, നെക്സ്റ്റ് ഒരു ക്ലാസ് വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ക്ലാസ്സിൽ കയറാത്ത, ക്ലാസ് കേൾക്കാത്ത, പങ്കെടുക്കാത്ത അങ്ങനത്തെ ആൾക്കാരുണ്ടാവും, നമ്മൾ അറിവിലുണ്ടാവും, എന്തായാലും ഉണ്ടാവും. ഒരാള് ഇങ്ങനൊരു ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് കയറ്റാൻ നമ്മൾ ശ്രമിച്ചാൽ നമ്മളും ആയി ദായികളായി അല്ലേ, അള്ളാഹിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവരായി നമ്മൾ. സുബ്ഹാനല്ലാഹ്. അതിലൂടെ അവർക്ക് അള്ളാഹു ഒരു ഹിദായത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമ്മളെ സ്വർഗത്തിന് കാരണമാകുന്ന ഒരു കാര്യമായില്ലേ. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമുക്കൊരു പ്രതിഫലം കിട്ടുന്ന ഒരു കർമ്മമായി ഇത് മാറി. ഒരു നന്മയിലേക്ക് നമ്മൾ എത്തിച്ചാൽ, ഒരു നന്മ നമ്മൾ അറിയിച്ചു കൊടുത്താൽ, ഈ ഒരു ക്ലാസ്സിലേക്ക് തന്നെ കൊണ്ടുവരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരിക്കലും. ഇങ്ങനെ ക്ലാസ് ഒന്നും കേൾക്കാത്ത നമ്മളെ അറിവിൽ ആരെങ്കിലുമൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ ഉണ്ട്, ഇങ്ങനൊരു സംരംഭം ഉണ്ട്, അതിൽ പങ്കാളികളാകണം. അള്ളാഹിനെ കുറിച്ച് പറയുന്നതാ, ഒരിക്കലും നമ്മളെ സമയം വേസ്റ്റ് ആകൂല അല്ലേ, നമുക്കൊരിക്കലും നഷ്ടം വരൂല, ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടമാണ് അല്ലെ. പരിശുദ്ധ ഖുർആൻ തിരുസുന്നത്തുവ പറയുന്നത്. ഒന്നുമില്ലെങ്കിൽ ഒരു ഇൽമിന്റെ സദസ്സിലില്ലേ നബി എന്ന് ഉള്ള ഒരു പേര് പറയുമ്പോൾ നമ്മൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നില്ലേ, അത് തന്നെ മദീന പറയും. ഒരു ഇൽമിന്റെ സദസ്സിൽ ഇരുന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേര് കേൾക്കുകയും നമ്മളൊരു സലാത്ത് ചെല്ലുകയും എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഒരു പേര് പറയാതിരിക്കൂല ഒരു സദസ്സിൽ അല്ലേ, അപ്പൊ തന്നെ നമുക്ക് മതി, അതന്നെ ധാരാളം എന്ന് പറയും. അത്രയും പ്രതിഫലം അല്ലേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ സലാത്ത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ. അള്ളാഹുവും അവന്റെ മലക്കുകളും ഒക്കെ നമുക്ക് വേണ്ടി സലാത്ത് പറയും. സുബ്ഹാനല്ലാഹ്, ഇത്ര വലിയ അനുഗ്രഹമാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. അപ്പം നമ്മൾ ഈ വിഷയം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണണം. പിന്നെ മറ്റൊരു ഹദീസ് ഞാൻ വായിക്കാം. ആരെങ്കിലും അള്ളാഹിനെ ദിക്റ് ചെയ്യുകയും അള്ളാഹുവിന്റെ ഭയം കാരണം അവന്റെ കണ്ണ് നിറഞ്ഞ് കണ്ണുനീർ തുള്ളികൾ ഭൂമിയിലേക്ക് വീഴുകയും ചെയ്താൽ ഒരിക്കലും അവനെ പിന്നെ അള്ളാഹു ശിക്ഷിക്കൂല എന്നാ പറയുന്നു. നരകത്തിൽ നിന്നൊരു കാവലാണല്ലേ അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന കണ്ണുകൾ, നരകം സ്പർശിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന് രണ്ട് തുള്ളികൾ അല്ലെ, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് അടയാളങ്ങൾ, രണ്ട് തുള്ളികൾ. എന്താ പറയുന്നത്? അള്ളാഹുവിനെ ഓർത്ത് ഭയത്താൽ ഒഴുക്കിയ കണ്ണുനീർ തുള്ളികളും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒഴുക്കിയ രക്തത്തുള്ളികളും. അതുപോലെ അടയാളങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ അള്ളാഹിന്റെ മാർഗത്തിൽ ഇതായപ്പോണ്ടായ മുറിവ്, തഴമ്പ് ഒക്കെ ഉണ്ടാവൂലേ അത്. പിന്നെ നിസ്കാരം, പിന്നെ അങ്ങനെയുള്ള ഇബാദത്തുകൾ ചെയ്തതിന്റെ പേരിൽ പിന്നെ ഉണ്ടായ അടയാളങ്ങൾ, അത് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുപോലെ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ഹദീസ്, സാന്ദർഭികതൊക്കെ നമുക്ക് അറിയുന്നതാണെങ്കിലും ഞാൻ ജസ്റ്റ് ഇങ്ങനെ വായിക്കുന്നതാണ്.
അള്ളാഹുവിൻ്റെ തണലല്ലാതെ അല്ലേ, സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമൻ ലാ ദില്ലുൻ ഇല്ലാ ദില്ലുഹു. അള്ളാഹുവിൻ്റെ തണലല്ലാതെ വേറൊരു തണലും ഇല്ലാത്തൊരു ദിവസം അള്ളാഹുവിൻ്റെ തണൽ ലഭിക്കുന്ന 7 പേര്. 7 പേര്. ഇമാമുൻ അദിൽ അല്ലേ, ആദിൽ നീതിമാനായ ഭരണാധികാരി. ഷാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ ഇബാദത്തിലായി വളരുന്ന യുവാവ്. അള്ളാഹു നമ്മളെ മക്കളെയൊക്കെ അങ്ങനെ ആക്കി തീർക്കട്ടെ. ഇന്ന് സലാമംഗത്തിന്റെ ക്ലാസ്സിൽ അതിൽ ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. മൂപ്പര് പിന്നെ അവരെ ഭാര്യയും മക്കളും മാത്രമുള്ള ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ അവരിങ്ങനെ വോയിസ് ഇട്ടപ്പോൾ പറഞ്ഞു, ഞാനിങ്ങനെ മിനായിലേക്ക് പോവേന്ന്, പിന്നെ നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ ദുആ ചെയ്യും, എന്തായാലും ദുആ ചെയ്യും ഇൻഷാ അള്ളാ. പക്ഷെ പ്രത്യേകമായിട്ട് എന്തെങ്കിലും പ്രാർത്ഥിക്കണോ എന്ന് ചോദിച്ചപ്പോൾ ഒരു മോള് പറഞ്ഞോലോ, പിന്നെ പ്രാർത്ഥിക്കണം, എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പ്രാർത്ഥിക്കണേ പ്രത്യേകം, എൻ്റെ മക്കളെ ഹിദായത്തിൽ ആയിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. വെച്ചാൽ പറയുന്നത് ഭയങ്കര ഇന്ന് എല്ലാവർക്കും പേടിയാണ് അല്ലേ. പേടിയെന്ന് വെച്ചാൽ ആശങ്കയാണ് അല്ലേ. മക്കളെ കാര്യത്തിൽ ഭയങ്കരമായ ആശങ്കയിലാണ് ഇന്നെല്ലാവരും ജീവിക്കുന്നത്. എല്ലാവർക്കും ടെൻഷനാണ്. ഭാവിയിൽ മക്കൾ എന്തായിരിക്കും അവസ്ഥ. ഇപ്പോഴത്തെ പിള്ളേരെ കളിയും അവരെ ഫോണിൻ്റെ ഉപയോഗവും ഓരോന്ന് കാണുമ്പോൾ ഏത് മാതാപിതാക്കൾക്കും ടെൻഷനാണ്. എങ്ങനെ സമാധാനത്തിൽ ഈ ദുനിയാവിൽ ജീവിക്കുക, അങ്ങനത്തെ ഒരു വല്ലാത്തൊരവസ്ഥയാണ്. അള്ളാഹു എല്ലാ മക്കളെയും അള്ളാഹു ഹിദായത്തിൻ്റെ വഴിയിൽ, ദീനിൻ്റെ വഴിയിൽ, ദഅവത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്ന നല്ല ദായികളാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ അല്ലേ. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്ന ഈ പറഞ്ഞ ഷാബുൻ നശഅ ഫീ ഇബാദത്തില്ല, അള്ളാഹിൻ്റെ ഇബാദത്തിലായിട്ട് ജീവിക്കുന്ന മക്കളായിട്ട് അള്ളാഹു നമ്മളെ ഓരോ മക്കളെ അള്ളാഹു മാറ്റിത്തരട്ടെ. ആമീൻ. അടുത്ത പറയുന്നത് എന്താ അറിയോ, വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്, പള്ളിയുമായിട്ട് ഹൃദയം ബന്ധിപ്പിച്ച ഒരു പുരുഷന്മാർ ശരിക്കും പള്ളിയുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കണം. ശരിക്കും പള്ളിയുമായിട്ട് എപ്പോഴും നല്ലൊരു ബന്ധം ഉണ്ടാകണം. അത് എല്ലാ ജമാഅത്തും അവ്വലു തക്ബീറിൽ തന്നെ കൈകെട്ടുന്ന സമയത്ത് തന്നെ എത്തുന്ന ആ ഒരു രീതിയിലേക്ക് ആവണം നമ്മളെ വീട്ടിലെ പുരുഷന്മാർ. അള്ളാഹു ആ രൂപത്തിൽ അള്ളാഹു ആക്കി തരട്ടെ അല്ലെ. നല്ല ദീനോട് ഇഷ്ടമുള്ള താല്പര്യമുള്ള, നല്ല നിസ്കരിക്കാത്ത, പിന്നെ പള്ളിയിലൊന്നും പോകാത്ത ഭർത്താക്കന്മാരുള്ള ഭാര്യമാരുണ്ട്. ഭയങ്കര സങ്കടം തന്നെയാണ് ആ ഒരു കാര്യം എന്ന് പറയുന്നത്. ഭയങ്കര വിഷമം തന്നെയാണ്. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അള്ളാഹു എല്ലാ ഭർത്താക്കന്മാർക്കും, എല്ലാ വീട്ടിലുള്ള എല്ലാ പുരുഷന്മാർക്കും റഹ്മാനായ റബ്ബേ പള്ളിയിലെല്ലാം പോയി നിസ്കരിക്കാനും പള്ളിയുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കാനുള്ള നല്ലൊരു ഹൃദയവിശാലത നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അത്തരത്തിൽ പ്രയാസപ്പെടുന്ന എല്ലാ ഭാര്യമാർക്കും അള്ളാഹുവേ നല്ലൊരു സന്തോഷം നീ എത്തിച്ചു കൊടുക്കണം. അള്ളാഹ് എല്ലാവർക്കും നീ ഹിദായത്ത് നൽകണം. നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ഹിദായത്ത് നൽകുന്നു. ആ ഹിദായത്ത് നൽകുന്നവരുടെ കൂട്ടത്തിൽ ഈ പറഞ്ഞ എല്ലാവരും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അതിലൂടെ നിന്റെ അർഷിന്റെ തണൽ ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. പിന്നെന്താ പറയുന്നറിയോ, വറജുലുൻ ദഅതുഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വജമാലിൻ ഫഖാല ഇന്നി അഖാഫുല്ലാഹ. എന്താ പറയുന്നത്, അല്ല അതിനു മുമ്പ് വേറൊരു കാര്യം ഉണ്ട്, പറയാൻ വിട്ടുപോയി. വറജുലാനി തഹാബാ ഫില്ലാഹി ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി. അത് അള്ളാഹിന്റെ പേരിൽ സ്നേഹിക്കുകയും അതിന്റെ പേരിൽ ഒരുമിക്കുകയും വേർപിരിയുകയും ചെയ്യുന്ന 2 പേർ. അത് അള്ളാഹിന്റെ പേരിൽ പരസ്പരം സ്നേഹിക്കുന്ന ആളുകൾ, ഒരുമിക്കുന്ന ആൾക്കാർ. വേർപിരിയുന്നുണ്ടെങ്കിലും അതും അള്ളാഹുവിന്റെ പേരിൽ മാത്രം, അല്ലാതെ വേറെ രീതിയിലല്ലാണ്ട്. അങ്ങനെയുള്ളവർക്ക് അള്ളാഹുവിന്റെ അർശിന്റെ തണൽ അല്ലേ, അള്ളാഹുവിന്റെ പേരിൽ സ്നേഹിക്കുന്ന, അള്ളാഹുവിന്റെ പേരിൽ ഒരുമിക്കുന്ന, സുബ്ഹാനല്ലാഹ് അല്ലേ. അള്ളാഹു അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പിന്നെ പറയുന്നത്, നല്ല സൗന്ദര്യവും കുലീനതയുള്ള ഒരു സ്ത്രീ പിന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് മാറി നിന്ന ഒരാള്. ഇതെല്ലാം വലിയ വിഷയം അല്ലേ. ഫിത്ന എന്ന് പറയുന്ന സ്ത്രീയുമായി ബന്ധപ്പെട്ട ഫിത്ന ഭയങ്കര ഫിത്നയാണ്. പറയുന്നില്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ വരുന്ന ഫിത്ന എന്ന് പറയുന്ന സ്ത്രീകളെ കൊണ്ടാന്ന് പറയുന്നുണ്ട്.
ശരിക്കും പുരുഷന്മാര് ഇന്ന് അനുഭവിക്കുന്നതും ഏറ്റവും വലിയ ഫിത്ന ഈ സ്ത്രീകൾ തന്നെയാണ്. ഈ റോഡിലൂടെ നടക്കാന് കണ്ണും തുറന്നിട്ട് നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അങ്ങനത്തെ വസ്ത്രധാരണാണല്ലേ സ്ത്രീകള്. അങ്ങോട്ടേക്ക് നോക്കണ്ടെന്ന് വിചാരിച്ചാല് നോക്കാണ്ടിരിക്കാൻ കഴിയില്ല. അങ്ങനത്തെ കോലത്തില് അള്ളാഹുലെ മനസ്സിലാക്കാൻ എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. എന്താന്ന് അത്രയും മോശമായ രീതിയിൽ വസ്ത്രം ധരിക്കുന്നതിനൊന്നും ഒരു പേടി ഒരു മടിയും ഇല്ല ആളുകൾക്ക്. അപ്പം അങ്ങനെയുള്ള ഒരു സ്ത്രീ ക്ഷണിച്ചിട്ട് വേണ്ട ഞാൻ അള്ളാനെ ഭയപ്പെടുന്നു പറഞ്ഞിട്ട് മാറി നിൽക്കാൻ കഴിയണമെങ്കിൽ നല്ല ഈമാൻ വേണല്ലേ, നല്ല തഖ്വ വേണല്ലേ. ചെറിയ ഈമാനൊന്നും പോരാ. മിക്ക ആളുകളും പെട്ടുപോകുന്നത് ഈ ഒരു ഫിത്നയിലാവലും. പണ്ഡിതന്മാർക്ക് പോലും വരുന്ന പരീക്ഷണം എന്ന് പറയുന്നത് ഈ ഒരു പരീക്ഷണമാവലും. ഈ ഒരു പരീക്ഷണത്തിലാവലും മിക്ക ആളുകളും പരാജയപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഇബ്ലീസിന്റെ കളിയാണ്, പിശാചിന്റെ വലിയ ഒരു ഇതാണ്. അവിടെ ഇവിടെ ഒക്കെ നോക്കും. നമ്മൾ കേട്ടിട്ടില്ലേ ബർസീസ എന്ന് പറയുന്ന വലിയൊരു ആലിമായ ഒരു പണ്ഡിതന്റെ കഥ. ഈ ഗൂഗിൾ മീറ്റിൽ നമ്മൾ കുറേ പ്രാവശ്യം കേട്ടതോ അല്ലേ. അവിടെ എങ്ങനെയാന്ന് അത്രയും സൂക്ഷ്മത പാലിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. പക്ഷെ അവിടെ പറ്റിപ്പോയില്ലേ. ഒരു പെണ്ണിന് സാന്നിധ്യം അയാളെ വഴിപേപ്പിച്ചെന്ന് മാത്രമല്ല, അയാളെ വ്യഭിചാരിയാക്കി, കൊലപാതകിയാക്കി, അവസാനം കുഫ്ർ ചെയ്ത് ഇല്ലേ കാഫിറായിട്ട് മരിക്കേണ്ട ഒരവസ്ഥ വന്ന്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അമീൻ. ഭയങ്കരമായ ദുരന്തം. നമ്മൾ ഒരിക്കലും എന്താകാൻ പാടില്ല, അത്തരത്തിലൊരു ഫിത്ന ഒരാൾക്കും ഒരു ഫിത്നയായിട്ട് നമ്മൾ മാറാൻ പാടില്ല. അള്ളാഹു സൂക്ഷ്മത പാലിക്കാൻ അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ, വിട്ടു നിൽക്കാൻ അള്ളാഹു എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളായിട്ട് അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, ഉണ്ടാക്കി കൊടുക്കരുത്. ഒരു തരത്തിലും നമ്മളതിന് അവസരം കൊടുക്കരുത് അല്ലേ. വ്യഭിചാരം എന്ന് പറയുന്നത് കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കുമ്പോൾ ആ സംസാരം വ്യഭിചാരമാണ്. നാവ് കൊണ്ടുള്ള വ്യഭിചാരമാണ്. നോട്ടം കണ്ണുകൾ കൊണ്ടുള്ള വ്യഭിചാരമാണ് അല്ലെ. സ്പർശനം കൈകൾ കൊണ്ടുള്ള വ്യഭിചാരമാണ്. നോട്ടത്തെ തന്നെ നിയന്ത്രിക്കാനാണ് പറഞ്ഞത് അല്ലെ. ഒന്നാമത്തെ നോട്ടം രണ്ടാമത് നോക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ആരാ ഈ കാര്യത്തിലൊക്കെ സൂക്ഷിക്കുന്നത്? പിന്നെയും നോക്കാനല്ലേ നോക്കുന്നതില്ലേ. അള്ളാഹുവേ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പം നമ്മളെല്ലാ മേഖലയിലും ഒരുപാട് സൂക്ഷിക്കാനുണ്ട്. വെറുതെ ഒന്നും നമുക്ക് ഈ പറഞ്ഞ അനുഗ്രഹങ്ങളൊന്നും നമുക്ക് കിട്ടൂല. അത്രയും സൂക്ഷ്മത നമ്മൾ ജീവിതത്തിൽ പാലിക്കാനുണ്ട് അല്ലേ. അപ്പോൾ ഒരു സുന്ദരിയായ സ്ത്രീ ക്ഷണിക്കുമ്പോൾ ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറയുന്ന ആ ഒരു ഈമാൻ അള്ളാഹു നമ്മളുടെ എന്താ പറയാ പുരുഷന്മാർക്ക് അള്ളാഹു അത്തരത്തിലുള്ള നല്ലൊരു ഈമാൻ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ സ്ത്രീകൾക്കും തന്നെ അത്തരത്തിലുള്ള ഒരു തിന്മയിലേക്കും പെട്ടുപോകാതെ സൂക്ഷ്മത പാലിക്കാൻ, നല്ല അതബോടെ ജീവിക്കാൻ, അതബോടെ വസ്ത്രം ധരിക്കാൻ അല്ലെ. ഒരു സ്ത്രീ കാരണമായ ഒരു പുരുഷന് വഴിതെറ്റുന്ന രീതിയിൽ അള്ളാഹുവെ ഞങ്ങളെ കൊണ്ടും ഞങ്ങളെ മക്കളെ കൊണ്ടും നീ ആക്കല്ല അല്ലാ. അത്രയും സൂക്ഷ്മതയോടെ വസ്ത്രധാരണം ഒക്കെ സൂക്ഷ്മതയോടെ കൊണ്ടു നടക്കാൻ, നല്ല അതബോടെ വളർത്താൻ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ. ഈ ദിവസത്തിന്റെയും ഈ മാസത്തിന്റെയും ശ്രേഷ്ഠത മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ അള്ളാഹുവെ ഞങ്ങൾ ചോദിക്കുന്നു, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വളരെ 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 അത്യാവശ്യം. ഭാവിയിലൊരു തലമുറ അത് നിന്റെ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് നിന്റെ ദീൻ നിലനിർത്തി കൊണ്ടുപോകാൻ ഒരു തലമുറ വേണമെങ്കിൽ അത്രയും നല്ലൊരു തലമുറ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കണമെങ്കിൽ അള്ളാഹു ഞങ്ങളുടെ മക്കളെല്ലാം നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്നുള്ള പ്രാർത്ഥന എപ്പോഴും മറക്കാതെ പ്രാർത്ഥിക്കണം. അതുപോലെ റബ്ബി ജഅൽനി മുഖീമ സ്വലാത്തി വമിൻ ദുരിയത്തി, അതെല്ലാം മക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. പരിശുദ്ധ ഖുർആനിൽ വന്ന പ്രാർത്ഥനകളാണ്. അതൊക്കെ നമ്മൾ മറക്കാതെ പ്രാർത്ഥിക്കണം. അതുപോലെ 40 വയസ്സായാൽ പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനയിലും വരുന്നുണ്ട് അല്ലേ, മക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. അതുപോലെ റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, അങ്ങനെ എല്ലാം പ്രാർത്ഥിക്കാം. അള്ളാഹു നമ്മളെ ടീച്ചറെ ഇപ്പൊ ഒരു വസ്ത്രധാരത്തിന്റെ ഇത് പറഞ്ഞപ്പോ ഓർമ്മ വന്നിട്ട് ഒരാൾ പറയുന്നിട്ട് ഈ ഒരു പെണ്ണ് നരകത്തിൽ പോകുമ്പോ അതിന്റെ കൂടെ 3 ആണുങ്ങൾ പോകുന്നു. അതായത് അവളെ ഭർത്താവ്, അവളെ സഹോദരൻ, അവളെ ഉപ്പ. ഇങ്ങനെ എന്തെങ്കിലും ഹദീസ് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? എനിക്കറിയില്ല, ഉണ്ടോന്ന് അറിയില്ല, നോക്കണം, അന്വേഷിക്കണം. അറിയില്ല. രണ്ടാമത് പറഞ്ഞത് ഒന്നുകൂടി പറയോ? ഏത്?
റബ്ബന ഹബലന കഴിഞ്ഞ് രണ്ടാമത് പറഞ്ഞിട്ടില്ലേ? റബ്ബി ജഅൽനി മുഖീമ സ്വലാത്തി വമിൻ ദുർരിയത്തി. കട്ടുന്നില്ല. റബ്ബി ജഅൽനി മുഖീമ സ്വലാത്തി വമിൻ ദുർരിയത്തി റബ്ബന വതഖബ്ബൽ ദുആ. അതില്ലേ സൂറത്ത് ഇബ്രാഹിമില്, സൂറത്ത് ഇബ്രാഹിമിലുള്ളതാണ്. അതുപോലെ ദുർരിയത്തും ത്വയ്യിബൻ പ്രാർത്ഥിക്കുക. നമ്മളെ സക്കരിയ നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിൽ വന്ന പ്രാർത്ഥനകളാണ്. അതുപോലെ റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർദാഹു വഅസ്ലിഹ് ലി ഫീ ദുർരിയത്തി. അത് നല്ല പ്രാർത്ഥനയാണ്. അവിടെ എല്ലാം മക്കളെ കാര്യം പ്രത്യേകം വരുന്നുണ്ട്. എല്ലാ മക്കളെ അള്ളാഹു സ്വാലിഹ്യങ്ങളാക്കട്ടെ. അമീൻ. മക്കളെ ദീൻ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കാതിരിക്കട്ടെ അല്ലേ? അത് നമ്മളെപ്പോഴും പറയണം. നമ്മളെ ദീൻ കൊണ്ട് അള്ളാഹുവിനെ നീ പരീക്ഷിക്കല്ലേ റബ്ബേ. നമുക്ക് താങ്ങാനാവൂല റഹ്മാനായ റബ്ബേ. ഞങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. ആമീൻ. പിന്നെന്താ ലാസ്റ്റത്തെ പറയുന്നത്? ഞാനൊന്ന് വിളിച്ചാലൊന്ന് എടുക്കണേ. ഇൻഷാ അല്ലാ. അതുപോലെ ലാസ്റ്റ് പറയുന്നത് എന്താ അറിയോ? വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ പോലും അറിയാതെ രഹസ്യമായി ധർമ്മം ചെയ്യുന്നത്, സദഖ ചെയ്യുന്നത് അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന ആളുകളുടെ പെട്ടതാണ്. വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാത്ത രീതിയിൽ അത്രയും അല്ലെ രഹസ്യമായ ദാനധർമ്മം. ശരിക്കും ഇപ്പൊ നമുക്ക് അതിനുള്ള അവസരങ്ങളുണ്ട് അല്ലേ? ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും പിന്നെ പൈസ അയക്കുന്നു. ആർക്കാ കൊടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല അല്ലെ? ആരാ തരുന്നത് എന്ന് അവരും അറിയുന്നില്ല. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അൽഹംദുലില്ലാഹ്. അതുപോലെ പിന്നെ അവസാനമായിട്ട് പറയുന്നത് എന്താ? ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അള്ളാഹുവിനെ ഓർത്തിട്ട് കണ്ണുനീര് പൊഴിക്കുന്ന ആളുകൾ. നമുക്കതിന് കഴിയണം. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അള്ളാഹിനെ ഇങ്ങനെ ഓർത്തിട്ട് ഒരുപാട് ദുആ ചെയ്തിട്ട് നമുക്ക് കഴിയണം. കരച്ചിൽ വരുന്നില്ലെങ്കിലില്ലേ ഉണ്ടാക്കി കരയണം എന്ന് പറയുന്നു. അപ്പം നമുക്ക് കരയാൻ കഴിയും പോലും. അങ്ങനെ നമുക്ക് കരയാൻ കഴിയണം. നമ്മളെ മനസ്സിലോലമാണ്. നമ്മളെ മനസ്സിൽ കാരുണ്യം, ദയയും വാത്സല്യമൊക്കെ വരണം. അള്ളാഹിൻ്റെ റഹ്മത്തൊക്കെ വരണം. എന്നാലേ നമുക്ക് കരച്ചിൽ വരും അല്ലേ? അറഫയിലൊക്കെ എത്തിയാൽ ഇങ്ങനെ കരഞ്ഞ് ദുആ ചെയ്യണം എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മളെ അറഫയിലല്ല ഉള്ളത്, നമ്മളിവിടെ നാട്ടിലുള്ള. പക്ഷെ നമ്മൾ അല്ലേ ഹജ്ജുൽ ഖുലൂബ് എന്നാ പറഞ്ഞത് അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? ഹൃദയം കൊണ്ടുള്ള ഹജ്ജിലാണ് നമ്മളുള്ളത്. നമ്മൾ ശരീരം കൊണ്ട് നമ്മൾ അവിടെ എത്തുന്നില്ല. പക്ഷെ നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ എന്താകണം? നമ്മൾ ഹജ്ജിൽ മിനായിലും മുസ്ദലിഫയിലും അല്ലെ അറഫയിലും മുസ്ദലിഫയിലൊക്കെ നമ്മളിങ്ങനെ കഴിയുന്നതായിട്ട് നമ്മൾ മനസ്സിൽ ഹൃദയം കൊണ്ട് നമ്മളത് ആയിട്ട് നമ്മളിങ്ങനെ റബ്ബിനോട് അതിനു വേണ്ടി ഓരോ കാര്യം നമ്മൾ തേടിക്കൊണ്ടേയിരിക്കുക. നമ്മൾ ചുറ്റുപാടുകൾ പലതിലൂടെയും നമ്മൾ കടന്നു പോകുന്നുണ്ടാവും. പക്ഷെ നമ്മളെ മനസ്സുണ്ടല്ലോ, മനസ്സത് ആ ഒരു കണക്ഷൻ അതുമായിട്ട് ഇങ്ങനെ കണക്ഷൻ ഇട്ട് കൊടുക്കുക. ശരിക്കും സഞ്ജയ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ ദിക്റുകൾ ഇങ്ങനെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതുപോലെ ശരിക്കും അതിലിങ്ങനെ പ്ലേ ചെയ്ത് വെക്കാൻ ശരിക്കും അത് ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ. അത് ഭയങ്കര എഫക്റ്റീവാണ്. നമുക്ക് ഭയങ്കര നമ്മളെ മനസ്സും ഇതെല്ലാം ഇങ്ങനെ ശരിക്കും ആ ഒരു രോമാഞ്ചം എന്ന് പറയലില്ലേ, ഒരു കോരിത്തെരിപ്പ് അനുഭവിക്കുന്നില്ലേ അല്ലേ? സുബ്ഹാനല്ലാഹ്. ആ ലബ്ബൈക്ക് കേൾക്കുമ്പോൾ തന്നെ ലൈവ് ഉണ്ടാകുന്നില്ലേ ഇങ്ങനെ മക്കത്തെ അവിടുത്തെ മിന കഴിഞ്ഞിപ്പോൾ അറഫയിൽ ലൈവ് ഇങ്ങനെ ഇടുന്നുണ്ടല്ലോ. അതെല്ലാം ഇങ്ങനെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു കോരിത്തെരിപ്പന്നല്ലേ. വെറുതെ ഒരു രോമാഞ്ചമാക്കി മാറ്റാതെ നമ്മൾ ഹൃദയം കൊണ്ട് നമ്മൾ അതിലേക്ക് അടുത്തിട്ടില്ലേ റബ്ബിനെ ധാരാളമായിട്ട് ഓർമ്മിച്ചിട്ട് ദിക്ർ ചെയ്തിട്ട് ദുആ ചെയ്ത് തസ്ബീഹ് ചെയ്ത് അങ്ങനെ പുണ്യങ്ങൾ കർമ്മങ്ങളുടെ ഏടുകൾ നിറക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. ആ ദുആയുടെ റിപ്പീറ്റ് ഓഡിയോ ഉണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. യൂട്യൂബിൽ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ശരീക ലഹു അടിച്ചാൽ തന്നെ കിട്ടും. കണ്ടിന്യൂസ് 100 തവണ 1000 തവണ എല്ലാം ചൊല്ലുന്ന ഓഡിയോസ് കിട്ടുമോ? ഓക്കെ ഇട്ടോ, ഗ്രൂപ്പിലിട്ടോ. ഞാൻ ബാക്കിയുള്ള ഗ്രൂപ്പിൽ ഞാൻ ഇട്ട് കൊടുക്കാം. അപ്പൊ കിട്ടുമല്ലോ ഇൻഷാ അല്ലാഹ്. എല്ലാത്തിൻ്റെ ഓഡിയോ ഇത് ഇങ്ങനെ കിട്ടും നമ്മള് ഇതില്. എല്ലാം എല്ലാത്തിനും മതി എന്ന് പറയുന്ന പോലെ എല്ലാം ഉണ്ട്. അല്ലാഹ് ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥന കിട്ടോ? ഓ കിട്ടും കേട്ടോ, യൂട്യൂബിൽ കിട്ടും. ഗ്രൂപ്പിലിടോ? ഇൻഷാ അല്ലാഹ്. രണ്ടുമല്ലേ? അത് രണ്ട് മാത്രല്ല, അല്ല കുറേ ഉണ്ട് പ്രാർത്ഥനകൾ. ദുആ ഗ്രൂപ്പിലില്ല നിങ്ങള്? ദുആ ഗ്രൂപ്പിലില്ല മുന്തസ്സന്റെ ദുആ ഗ്രൂപ്പില്?
ഇല്ല ഇല്ല ഇല്ല. ആ അതിലിങ്ങനെ ഓഡിയോ യൂട്യൂബ് ലിങ്ക് ഇടാറുണ്ട്. തന്നെ ഉം. ശരി. അസ്സലാമലൈക്കും മോളെ. എനിക്ക് കുറച്ച് പ്രാർത്ഥനയൊക്കെ പറഞ്ഞു തരുമോ മോളെ? ഞാൻ കുറച്ച് പ്രായമുള്ള സ്ത്രീയാണ്. എനിക്ക് ഈ നിങ്ങൾ ഇടുന്ന ചെറിയ ചെറിയ ഖുർആന്റെ അക്ഷരങ്ങളൊന്നും എനിക്ക് വായിക്കാൻ അറിയില്ല. അത് ശരി. പണ്ടത്തെ ഈ ലിപി വായിച്ചു പഠിച്ചതാണ് ഞാൻ. അതില്ലേ നിങ്ങള് ഞാൻ എന്നിട്ട് ഒരു ടീച്ചറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഒട്ടും അറിയില്ല. എന്നിട്ട് ഞാനിപ്പം ടീച്ചറുടെ ഇങ്ങനെ ഗ്രൂപ്പിലൊക്കെ ചേർന്നിട്ട് ഇപ്പൊ ഖുർആൻ പഠിക്കണം. അപ്പൊ ഞാൻ അജ്ജിനൊക്കെ പോയിട്ട് ഒന്നും അറിഞ്ഞൂടായിരുന്നു പ്രാർത്ഥിക്കാനൊക്കെ. ഇപ്പൊ സങ്കടം തന്നെയാണ്. വിഷമിക്കണ്ട. നമ്മളെ മനസ്സല്ലാക്ക് അറിയാലോ. അറിയാത്തോണ്ടല്ലേ ഇപ്പൊ അറിയാനുള്ള അവസരം തന്നില്ലേ. അൽഹംദുലില്ലാ. നിങ്ങളെ ഈ ഒരു സങ്കടം തന്നെ മതി. പടച്ചോൻ എല്ലാം നിങ്ങൾക്ക് എല്ലാ പ്രതിഫലവും കുറച്ച് വലിയ അക്ഷരത്തിലൊക്കെ ഇട്ടെന്ന് ഞാൻ പഠിച്ചോളാം. അസ്സലാമലൈക്കും ടീച്ചറോ, ടീച്ചറോ. നമ്മളെ ബാനുവിന്റെ പിന്നെന്താ, അള്ളാന്റെ ഇതില് നമ്മൾ എപ്പോഴും ശുഭപ്രതീക്ഷ വെക്ക. നല്ല അള്ളാഹിനെ കുറിച്ച് നമ്മൾ നല്ലത് വിചാരിച്ചു. നിങ്ങൾ വിഷമിക്കേ വേണ്ട. അപ്പോഴൊന്നും അറിയാതെ അങ്ങനെ ചെയ്തു പോയല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കണ്ട. എനിക്ക് ഞാനിപ്പോ ഈ ക്ലാസ് എനിക്ക് എടുക്കാനൊന്നും അറിയില്ല. ഞാൻ പിന്നെ മോളിലാണ് മക്കള്. അപ്പൊ മോളിൽ പോയിട്ട് പിള്ളേരെ കൊണ്ടൊക്കെ എടുപ്പിച്ചിട്ട് എനിക്ക് മൊബൈലിൽ തേനിന്റെ മൂള പോലെയുള്ള ശബ്ദത്തോടു കൂടി അർഷിന്റെ 4 ഭാഗത്തും ചുറ്റുന്നതാണ്. എന്താ പറഞ്ഞത്? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ദിക്റുകള് അള്ളാഹുവിന്റെ മഹത്വം വിവരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ദിക്റുകളാണ്, വചനങ്ങളാണ്. എന്നാൽ ഈ വചനങ്ങൾ അവ ചൊല്ലുന്നവരെ കുറിച്ച്, ഇത് ചൊല്ലുന്ന ആളുകളെ കുറിച്ച് അള്ളാന്റെ അർഷിന്റെ 4 ഭാഗത്തും ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, അതായത് തേനീച്ചയുടെ മൂളൽ പോലെയുള്ള ശബ്ദത്തോടു കൂടി അർഷിന്റെ 4 ഭാഗത്തും ഇങ്ങനെ ചുറ്റുന്നു. അള്ളാഹുവിന്റെ സന്നിധിയിൽ സദാ നിങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ഉണ്ടാകുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? നമ്മളെ കുറിച്ച് അള്ളാഹിനോട് പറയും. നമ്മൾ ഈ ദിക്റുകൾ ഇങ്ങനെ ചൊല്ലുമ്പോൾ അള്ളാഹുവിന്റെ അർഷിന് ചുറ്റും ഇങ്ങനെ നമ്മളെ കുറിച്ച് ഈ ദിക്റുകൾ പറയും എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ് അല്ലെ. എത്ര ഒന്ന് ആലോചിച്ച് നോക്ക്. അള്ളാഹിന്റെ അർഷിന് ചുറ്റും നമ്മൾ പറയുന്ന ദിക്റുകൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ട് ഇങ്ങനെ പറയുന്ന ആ ഒരു ഇത്. അപ്പം ദിക്ർ എത്രത്തോളം നമുക്ക് അധികരിപ്പിക്കാൻ കഴിയോ അത്രയും അല്ലെ. ഒരു സുബ്ഹാനല്ലാഹ് പറയുമ്പോൾ സ്വർഗത്തിലൊരു ചെടി നട്ടുന്ന, ഒരു സുബ്ഹാനല്ലാഹി വബിഹംദി പറഞ്ഞാൽ ഒരു ഈത്തപ്പന നട്ടു എന്ന് പറയുന്നത് അല്ലെ. അപ്പം നമ്മൾ നടന്ന ഈത്തപ്പനയുടെയും ചെടികളുടെയും എണ്ണം എന്താക്കണ്ട, നമ്മൾ കുറക്കണ്ട അല്ലെ. ഏറ്റവും ധാരാളമായിട്ട് നമ്മൾ എന്താക്കുക, ഇവിടെ നമ്മൾ ചെയ്യുന്നതാണ് നാളെ നമുക്ക് എന്ത് കിട്ടാന്, നാളെ നമ്മളെ സ്വർഗത്തിലുള്ള നമുക്ക് അല്ലെ തോട്ടങ്ങളും അരുവികളും കൊട്ടാരങ്ങളൊക്കെ ആയിട്ട് അള്ളാഹു നമുക്ക് ഒരുക്കി വെക്കുന്നത് അതാണ്. അപ്പൊ അതുകൊണ്ട് ദിക്റുകളുടെ മഹത്വം പറഞ്ഞാലും തീരൂല. അത്രയും ഉണ്ട് അല്ലെ. ഒരുപാടുണ്ട്. അപ്പം ഓരോരുത്തർക്ക് എത്രത്തോളം പറ്റോ അല്ലെ അത്രത്തോളം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി അല്ലെ. ഇങ്ങനെ കുറേ ഉണ്ടല്ലോ. അപ്പം പിന്നെ എത്ര പറയാൻ പറ്റുമോ അത്രയും നമുക്ക് പിന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ശ്രദ്ധിക്കുക. രാപ്പകൽ ഇടതടവില്ലാതെ അല്ലെ ഓരോ സമയത്തും. പിന്നെ ഏതൊരു ഷെയ്ഖിന്റെ ഒരു ഇത് പറയുമ്പോൾ പറഞ്ഞെന്താ വെച്ചാൽ, അദ്ദേഹം ഇങ്ങനെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന ഫത്വകൾ കൊടുക്കുന്ന ഷെയ്ഖാണ് അദ്ദേഹം. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഉടനെ പിന്നെ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പിൽ ഉണ്ടാക്കും ധാരാളമായിട്ട് അള്ളാഹുവിനെ തസ്ബീഹും പിന്നെ ദിക്റും ഇസ്തിഗ്ഫാറും ഒക്കെ ഇങ്ങനെ ധികരിപ്പിക്കുന്നു പറയുന്നത്. അപ്പം നമ്മൾ വാട്സപ്പും ഫോണും ഇതെല്ലാം യൂസ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ഓരോ പിന്നെ മെസ്സേജ് എടുക്കുമ്പോൾ പിന്നെ നമ്മൾ ഓരോ ദിക്ർ അല്ലെ, ഒരാൾക്ക് റിപ്ലൈ എടുക്കുന്നതിനിടയ്ക്ക് നമ്മൾ എന്താക്കുക, ഓരോ തസ്ബീഹ് തഹ്മീദ് തഹ്ലീൽ ഇങ്ങനെ അത് നമ്മളെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി നമ്മൾ കൊണ്ടുവരണം അല്ലെ. വെറുതെ നാവുകൾ കൊണ്ടുള്ള ഒരു ചൊല്ലല് മാത്രമല്ല, നമ്മൾ മനസ്സിൽ തട്ടിയിട്ട് തന്നെ അള്ളാഹിനെ ഓർമ്മിച്ചിട്ട് തന്നെ അള്ളാഹുവിന്റെ ഖുദ്റത്തുകളെ ഓർത്തുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് നമ്മൾ എന്താക്കുക, ധാരാളമായിട്ട് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഓർമ്മിക്കുന്ന നല്ല ആളുകളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അതുപോലെ തന്നെ പിന്നെ നമ്മളെ സാഹചര്യങ്ങൾ നമ്മൾ പലതിലൂടെയും നമ്മൾ കടന്നു പോകേണ്ടവരാണല്ലോ അല്ലെ. അത് ഏത് സാഹചര്യമാണെങ്കിലും അള്ളാഹുവിനെ ഓർമ്മിക്കുന്ന
പിന്നെ ധാരാളമായിട്ട് ഓർമ്മിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. സ്വർഗത്തിലേക്ക് ആദ്യമായി ക്ഷണിക്കപ്പെടുന്ന ആളുകൾ പറയുന്നത് സന്തോഷത്തിലും വിഷമത്തിലും എല്ലാം അള്ളാഹുവിനെ ധാരാളമായി സ്തുതിച്ച ആളുകളാന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ അള്ളാഹുവിനെ സന്തോഷാവസ്ഥയിലും വിഷമാവസ്ഥയിലും എല്ലാം അള്ളാഹുവിനെ സ്തുതിക്കാനും അള്ളാഹുവിന് ശുക്റുള്ള നല്ല അടിമകളായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അള്ളാഹ് എന്തോ പഠിച്ചോനെ എനിക്കെന്താ ഇങ്ങനെ ഒരു അവസ്ഥ എന്ന് ചിന്തിക്കാതെ അൽഹംദുലില്ലാ ഇതെനിക്ക് ഹൈറായിരിക്കും, എൻ്റെ ഈ യഥാർത്ഥ ജീവിതം ഇവിടെ അല്ലല്ലോ, അല്ല എൻ്റെ ആഖിറത്തിന് വേണ്ടിയിട്ടുള്ള അള്ളാഹു ഒരു മുതൽക്കൂട്ടായിട്ട് എനിക്ക് തന്നതായിരിക്കും എന്ന് വിചാരിച്ച് സന്തോഷിച്ച് സമാധാനിച്ച് ക്ഷമയോടെ ഈ കാര്യങ്ങൾ എന്തിനേയും നമുക്കൊരു എന്താ പറയുക, മനസ്സിനൊരു മുഷിപ്പില്ലാതെ ഒരു വിഷമില്ലാണ്ട് എല്ലാ കാര്യങ്ങളെയും സമീപിക്കാൻ നല്ലൊരു ഹൃദയവിശാലത അള്ളാഹു നമുക്ക് എല്ലാവർക്കും തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. റഹ്മാനായ അള്ളാഹുവെ, കാരുണ്യവാനായ അള്ളാഹുവെ, നിന്റെ തൃപ്തിയും പ്രീതിയും പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് അള്ളാഹുവെ ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നിന്നെ ദിക്റ് ചെയ്യാൻ, അതിലൂടെ ദാവാ രംഗങ്ങളിൽ ജനങ്ങൾക്ക് നന്മ അറിയിച്ചു കൊടുക്കാൻ, അതിലൂടെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ധാരാളമായി സ്തുതിക്കാൻ, ഇതിനൊക്കെ വേണ്ടിയാണ് അള്ളാഹു ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഞങ്ങളെ നീ തൃപ്തിപ്പെടണേ റഹ്മാനെ, ഞങ്ങളെ നീ ഇഷ്ടപ്പെടണേ അള്ളാഹുവെ, നീ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. നിന്നെ ഇഷ്ടപ്പെടുന്ന സച്ചരിതരായ നല്ല സാലിഹീങ്ങളിൽ അള്ളാഹുവെ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് കർമ്മത്തിന്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവെ. ഈ ഒരു ദിവസം, അറഫാ ദിവസത്തിന്റെ പ്രത്യേകത പറയുമ്പോൾ എന്താ പറയുന്നത്, അള്ളാഹു 7-ാം ആകാശത്ത് നിന്ന് 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന പറയുന്നത് അല്ലേ. സുബ്ഹാനല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണേ അള്ളാഹുവേ. ഞങ്ങളെ നീ പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന ഒരു കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. നരകമോചനം ലഭിക്കുന്ന ഒരു കൂട്ടത്തിൽ നാഥ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. നിന്റെ സ്വർഗാവകാശികളിൽ അള്ളാഹുവേ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. നിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ഞങ്ങളുടെ നാടുകളിൽ നിന്ന് ഒരുപാട് പേര്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഒരുപാട് പേര് റബ്ബേ ഹജ്ജ് കർമ്മത്തിലേക്ക് എത്തിയിട്ടുണ്ട് അള്ളാഹുവേ. അവിടെ ഹജ്ജും അവിടെ എല്ലാ കർമ്മങ്ങളും അള്ളാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ. എല്ലാവരുടെയും എല്ലാ സൽക്കർമ്മങ്ങളും നീ പരിപൂർണമായും നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. എല്ലാവർക്കും നല്ല റാഹത്തായിട്ട് നല്ല ആരോഗ്യത്തോടെ ഒരു രോഗമോ ഒരു വിഷമോ ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസമോ ഇല്ലാതെ കർമ്മങ്ങളെല്ലാം പൂർത്തീകരിച്ച് നാട്ടിലേക്ക് എത്താനുള്ള നല്ല തൗഫീഖ് റഹ്മാനായ റബ്ബേ നീ പ്രദാനം ചെയ്യണേ നാഥ. എല്ലാവരുടെയും കാര്യങ്ങളും നീ എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ. ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ച് ജീവിക്കുന്ന കുറേ സഹോദരിമാരും സഹോദരങ്ങളും ഉണ്ടല്ലാഹുവേ. എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണേ റബ്ബേ. എല്ലാവരുടെയും കുടുംബത്തിൽ നീ റഹ്മത്തും ബർക്കത്തും നിഅമത്തും ചൊരിഞ്ഞ് അനുഗ്രഹിക്കണേ അല്ലാ. നിന്റെ കാരുണ്യത്തിന്റെ ചിറകുകൾ എപ്പോഴും ഞങ്ങളിൽ സദാ നീ വർഷിക്കണേ റഹ്മാനെ. നിന്റെ കാരുണ്യത്തിന്റെ നോട്ടം എപ്പോഴും ഞങ്ങളിൽ ഉണ്ടാകണേ അല്ലാഹുവേ. നീ പരിഗണിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. പരിശുദ്ധ ഖുർആനിന്റെ ആളുകളായിക്കൊണ്ട് ഈ ദുനിയാവിൽ ഖുർആനിനെ പഠിച്ചും മനഃപ്പാഠമാക്കിയും അത് ജീവിതത്തിൽ പകർത്തിയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തും അല്ലാഹുവേ അഹ്ലുൽ ഖുർആനായി ഈ ദുനിയാവിൽ ജീവിച്ച് മരിക്കാൻ നാളെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നിന്റെ കുടുംബക്കാരായി ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. നിന്റെ ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം സാലിഹീങ്ങളോടൊപ്പം സിദ്ദീഖീങ്ങളോടൊപ്പം ഷുഹദാക്കളോടൊപ്പം റഹ്മാനായ റബ്ബേ ഞങ്ങളെ എല്ലാവരും നീ ഒരുമിപ്പിച്ച് ചേർത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരു നിരാശയുടെ ഒരു അവസ്ഥ നാളെ ഞങ്ങൾക്ക് വരാതെ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. കത്തിയാളുന്ന നരകശിക്ഷ ഞങ്ങളേറെ ഭയപ്പെടുന്നു അല്ലാഹുവേ. ഒരു നിമിഷം പോലും നരകത്തിൽ സ്പർശിക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ റഹ്മാനായ റബ്ബേ ഞങ്ങളെല്ലാവരും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇൽമിന്റെ വഴിയിൽ അറിവിന്റെ വഴിയിൽ അറിവന്വേഷിച്ചുകൊണ്ട് ഒരുപാട് സഹോദരിമാർ ഇവിടെ കാത്തുകെട്ടി നിൽക്കുന്ന അല്ലാഹുവേ, എല്ലാവർക്കും അവരാഗ്രഹിക്കുന്ന രീതിയിൽ ഇൽമ് പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും പ്രാവർത്തികമാക്കാനും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ ഒരു ദഅവത്തിന്റെ മേഖല അല്ലാഹുവേ നിന്റെ തൃപ്തിയും പ്രീതിയും ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് പ്രവർത്തിക്കുന്നത് അല്ലാഹുവേ. നിന്റെ എല്ലാ സഹായവും ഞങ്ങൾക്ക് തുടർന്നും എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവണേ അല്ലാഹുവേ. ഞങ്ങൾ ചാരിറ്റി സദക്ക ഗ്രൂപ്പ് കാര്യങ്ങൾ അതൊക്കെ
നിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് അള്ളാഹുവെ ഞങ്ങൾ ചെയ്യുന്നത്. അള്ളാഹുവെ അതിലെല്ലാം തുടർന്നും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് നീ നല്ല സഹായ സഹകരണം നീ നിന്റെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. നിന്റെ സഹായമില്ലാതെ ഞങ്ങൾക്ക് ഒരു കാല് മുന്നോട്ടെടുത്തു വെക്കാൻ കഴിയില്ല അള്ളാഹുവെ. നീ സഹായിക്കണേ റഹ്മാനെ. ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. ഞങ്ങൾ നിന്നിലേക്ക് ആവശ്യക്കാരാണ് അള്ളാഹുവെ. നീ അല്ലാതെ ഞങ്ങൾക്കൊരു സഹായം ചെയ്തു തരാൻ വേറൊരാളും ഇല്ല അള്ളാഹുവെ. ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും നേരത്തെ ഇവിടെ പറഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അല്ലാഹുവേ ഇന്ന് ഖബറുകളിലാണ് അല്ലാഹുവേ. അവർക്ക് ഇന്നൊരു കർമ്മം ചെയ്യാനുള്ള അവസരമില്ല അല്ലാഹുവേ. ഞങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ പ്രതിഫലം അല്ലാഹുവേ അവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് നന്മ പറഞ്ഞു തന്ന ഞങ്ങളുടെ ഒരുപാട് പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ, ഞങ്ങളുടെ നന്മയുടെ വഴിയിലേക്ക് നയിച്ച ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, അങ്ങനെ ഒരുപാട് പേര് ഇന്ന് ഖബറുകളിൽ കിടക്കുന്ന അല്ലാഹുവേ. എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരുടെ ഖബറുകൾ വിശാലമാക്കി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഖബറിൽ കിടക്കുന്ന ആരെങ്കിലും നരകശിക്ഷയ്ക്ക് കാരണമായ എന്തെങ്കിലും പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ ഈ ദിവസത്തിന്റെ പ്രത്യേകതയും ശ്രേഷ്ഠതയും കൊണ്ട് അല്ലാഹുവേ എല്ലാവർക്കും നീ നരകമോചനം നൽകി സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹുവേ ഞങ്ങളെല്ലാവരെയും നീ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ മുസ്ലിം ഉമ്മത്തിന് അല്ലാഹുവേ നിന്റെ ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്ക് നീ നിർഭയത്വം പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങൾക്ക് നൽകുന്ന ഭരണാധികാരികൾ അല്ലാഹുവേ ഞങ്ങളോട് കരുണ കാണിക്കുന്ന ഭരണാധികാരികളെ തന്ന് നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ നാട്ടിൽ നിന്നെ ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നിർഭയത്വത്തോടെ ഈ ദുനിയാവിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ നല്ല തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇസ്ലാമിൻ്റെ പേരിൽ, മുസ്ലിമായതിൻ്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന മുസ്ലിം സഹോദരങ്ങളുണ്ട് അല്ലാഹുവേ. അവർക്ക് നീ സഹായം നൽകി അനുഗ്രഹിക്കണം. അവർക്ക് നീ ആശ്വാസവും സമാധാനവും ക്ഷമയും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.